ഫേസ്ബുക്കിൽ ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും നിങ്ങളൊരു കേക്ക് ബിസിനസ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഷുഗർ സിസ്റ്റേഴ്സ് ആണ് നമ്മളെ കൂടെ. വനിതയിലൊക്കെ കേക്കിന്റെ ഫോട്ടോസ് കാണുമ്പോഴൊക്കെ ക്രിസ്മസ് ആയാലും സ്പെഷ്യൽ എഡിഷൻ ഒക്കെ ഉണ്ടാവും. അപ്പം കേക്ക് ഉണ്ടാക്കണം എന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു. നല്ല പേര്, ആരൊന്നും പറഞ്ഞില്ല. പറഞ്ഞു പഞ്ചാര പെങ്ങന്മാരെന്ന് കൊറേ പറഞ്ഞു. ഇത് അക്സെപ്റ്റ് ചെയ്ത ആള് ഷുഗർ സിസ്റ്റേഴ്സിന്റെ ആണോ എന്ന് ചോദിച്ചപ്പോ മൂപ്പർ എന്നെ ഞെട്ടി. നിങ്ങൾ നല്ല വരുമാനാണല്ലോ വരുത്തിയേ, നല്ല വിവരല്ല വരുമാനം. അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് ഷോപ്പാണ്, എനിക്ക് നല്ലൊരു ഫ്ലോറലോ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഒരു കെഫേ വേണം. നമ്മള് പുറത്ത് കാണുന്ന മാതിരി ഇവിടുത്തെ ഒരു നോർമൽ കേക്ക് ഷോപ്പ് വേണ്ട. അപ്പൊ ഹസ്ബൻഡിനും അതന്നെ താല്പര്യം. എനിക്ക് തോന്നുന്നു കേരളത്തില് നമ്മളായിരിക്കും ഫസ്റ്റ്. പക്ഷെ കുറെ ആൾക്കാർ അത് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഭയങ്കര വലിയൊരു വെഡിങ് ആണ്. എനിക്കൊന്ന് കാലിക്കറ്റിൽ ആദ്യമായിട്ടുള്ള അങ്ങനത്തെ ഒരു വലിയ വെഡിങ് ആണ്. ഇത്രയും ദിവസം വലിയൊരു എത്ര ഫീറ്റ് അമ്മ 6 to 7 feet ഭയങ്കര സ്ട്രെസ്ഫുൾ. അത് പുറത്ത് ഇങ്ങനെ എല്ലാവർക്കും കാണുന്നതല്ല. ഞാൻ ചിലപ്പോ തലകച്ചിട്ട് വെക്കലുണ്ട്. കൊറേ നമ്മളെ ഫുട്ടേജ് ഉണ്ടാവല്ലോ, CCTV, അങ്ങനെ കൊറേ ഫുട്ടേജ് ഉണ്ട്. ഞാൻ തലയിട്ട് വെക്കണ ടെൻഷനായിട്ട്. അപ്പൊ എങ്ങോട്ടാണ് ഇനി എന്താ നിങ്ങൾ അടുത്ത യാത്ര? നിങ്ങളത് ഫുള്ള് വേർഡ് ഓഫ് മൗത്ത് കമ്മ്യൂണിറ്റിയാ. ഇനി അടുത്തത് എക്സ്പാൻഷൻ പ്ലാൻ. ഫേസ്ബുക്കിൽ ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും നിങ്ങളൊരു കേക്ക് ബിസിനസ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? അങ്ങനെ ഒരു ടീമാണ് നമ്മളെ കൂടെ ഉള്ളത്. ഷുഗർ സിസ്റ്റേഴ്സ് ആണ് നമ്മളെ കൂടെ. ഷുഗർ സിസ്റ്റേഴ്സിൽ ഞങ്ങൾക്ക് ഒരു സിസ്റ്ററെ കിട്ടിയിട്ടുള്ളൂ. ആ സിസ്റ്ററാണ് അതിന് പിന്നിലുള്ള ബ്രെയിൻ. പക്ഷേ അവരൊരു ഹാർട്ടും കൂടി ഉണ്ട്, നമുക്ക് പിന്നീട് മനസ്സിലായി. അപ്പോൾ ഉമ്മനെയും കൊണ്ടുവന്നു. മറ്റേ സിസ്റ്റർ ബിസി ആയതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. സോ നമുക്ക് എപ്പിസോഡിലേക്ക് കിടക്കാം. ഷമായിൽ, വെൽക്കം ടു ദ ഷോ. ഉമ്മ, വെൽക്കം ടു ദ ഷോ. അസ്സലാമു അലൈക്കും. ഓക്കെ, അപ്പൊ പിന്നെ എവിടുന്നാണ് നിങ്ങളെ ഷുഗർ സിസ്റ്റേഴ്സിന്റെ കഥ? അല്ല, ഷുഗർ സിസ്റ്റേഴ്സ് നിങ്ങളെ കഥ എവിടുന്നാണ് തുടങ്ങുന്നത്? എന്റെ കഥ തുടങ്ങുന്നത് കേക്ക് ബേക്കിംഗ് എന്നാണ്. കേക്ക് ബേക്കിംഗ് തുടങ്ങുന്നത് നമ്മളെ ഉമ്മന്നാണ്. ഉമ്മാണ് നമ്മളെ കേക്ക് ഉണ്ടാക്കാനൊക്കെ പഠിപ്പിച്ചു തന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഉമ്മന്റെ കഥ കേൾക്കാം. ഉമ്മന്റെ കഥ കേൾക്കാം. ഓക്കെ. അത് പണ്ടേ കേക്ക് വനിതയിലൊക്കെ കേക്കിന്റെ ഫോട്ടോസ് കാണുമ്പോഴൊക്കെ ക്രിസ്മസ് ആയാലും സ്പെഷ്യൽ എഡിഷൻ ഒക്കെ ഉണ്ടാവും. അപ്പം കേക്ക് ഉണ്ടാക്കണം എന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ എത്ര ഉണ്ടാക്കിയിട്ടും അന്നൊന്നും സക്സസ് ആകാറില്ല. ഹാർഡായി പോകും കേക്ക്. അങ്ങനെ ആ കട്ടിങ്സ് ഒക്കെ സൂക്ഷിച്ചു വെക്കാറുണ്ട്, കട്ട് ചെയ്തിട്ട്. പിന്നെ വനിതയില അന്ന് യൂട്യൂബ് ഒന്നും ഇല്ലല്ലോ. കറക്റ്റ്. അങ്ങനെ ശ്രമിച്ചാണ് പിന്നെ ഇവള് ഒരു 8th സ്റ്റാൻഡേർഡ് ഒക്കെ ആയപ്പോൾ സക്സസ് ആയത്. അവസാനം ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചു. അതെ, ഒറ്റ ഫ്ലേവർ, ഒരു ചോക്ലേറ്റ് കേക്ക് മാത്രം. അങ്ങനെ പിന്നെ ഇവള് സ്കൂളിൽ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകും. അങ്ങനെ ഒരു 10th സ്റ്റാൻഡേർഡ് എത്തിയപ്പോ പിന്നെ ഞാൻ പറഞ്ഞു, നീ തന്നെ ഉണ്ടാക്കിക്കോ, സിമ്പിൾ ആയിട്ടുള്ള ആണ്, സ്വന്തം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. സ്ഥിരമായിട്ട് കേക്ക് വെച്ചപ്പോ നിങ്ങൾ ഓക്ക് പണി കൊടുത്തു എന്ന് പറയാം. അതെ, എല്ലാ ആഴ്ച ഒരു സാറ്റർഡേ സൺഡേ ഒരു കേക്ക് ഉണ്ടാവും. അപ്പൊ പിന്നെ ഉമ്മ കുറച്ച് മനസ്സിലായി ഇത് ശരിയാവില്ല, ഇവിടെ കൊണ്ട് ചെയ്യിപ്പിക്കാന്ന്. അപ്പൊ പറഞ്ഞു, ഇനി ഞാൻ ഉണ്ടാക്കി തരൂല, നീ വേണമെങ്കിൽ നീ ഉണ്ടാക്കിക്കോ പറഞ്ഞു. അപ്പൊ ഞാൻ ആയിക്കോട്ടെ ഞാൻ ഉണ്ടാക്കാം. ഉമ്മ വിചാരിച്ച് ഇതോടെ നീ കഴിഞ്ഞ് ഈ കേക്കൊന്നും ഉണ്ടാവില്ല, എനിക്ക് ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയപ്പോ അത് സക്സസ് ആയി. അപ്പൊ പിന്നെ ഞാൻ മെല്ലനെ ഓരോ കസിൻസിനൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ സ്കൂളിലൊക്കെ ഞാൻ ഉണ്ടാക്കി കൊണ്ടുപോകാറുണ്ട്. അങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയത്. എന്നിട്ട് ബാക്കിയുള്ള കഥ എങ്ങനെയാ പോണേ? ബാക്കിയുള്ള എന്തേലും കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ അങ്ങനെ നിങ്ങൾ കോളേജിലെത്തി. കോളേജിലെത്തിയ ശേഷം എന്റെ സൂപ്പർ സീനിയർ കസിൻ ഉണ്ടായിരുന്നു, നൗഷി. അപ്പൊ അവളെ ഒരു ഗ്യാങ് ഉണ്ട്. അപ്പൊ അവരെല്ലാരും മനസ്സിലായി ഞാൻ കേക്ക് ഉണ്ടാക്കുന്നു. അപ്പൊ നൗഷി പറഞ്ഞു, അവള് കേക്ക് ഉണ്ടാക്കും, നമുക്ക് കേക്ക് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറയാം. റാഗിംഗ് ആണോ? റാഗിംഗ് ആണ്. വെരി ഗുഡ്. അങ്ങനെ ഭയങ്കര പേടിയുള്ള ഒരു ഗ്യാങ് ആയിരുന്നു. നൈസ് റാഗിംഗ് അല്ലേ? ഈ കുടുംബക്കാര് സ്വന്തം കോളേജിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ റാഗിങ് കിട്ടുക അവർക്കായിരിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് ആവണോ അവരായിരിക്കും. അതെ, അപ്പൊ എന്റെ കൂടെ ഫ്രണ്ട്സ് ഒന്നും എന്റെ കൂടെ ഓവർ നടക്കൂല. എനിക്ക് റാഗിങ് കിട്ടുന്നോണ്ട് അവരും പെട്ടോ. അതെ, ഓളെ കൂടെ നടത്താൻ ശരിയാവില്ല. അങ്ങനെ കേക്ക് ഉണ്ടാക്കാൻ പറഞ്ഞേ. അങ്ങനെ ഞാൻ പോയി കേക്ക് ഉണ്ടാക്കി.
ഒരു ഫോയിൽ പേപ്പറിലൊക്കെ കവർ ചെയ്ത് ഒരു ദിവസം കൊണ്ടേ കൊടുത്ത്. അങ്ങനെ അവര് ആ കേക്ക് കഴിച്ചപ്പോ അവരെ മുഖം ഒറ്റയടിക്ക് എക്സ്പ്രഷൻ തന്നെ മാറി. അതുവരെ ഇങ്ങനെ സീനിയേഴ്സിന്റെ മുഖം പറയുമ്പോ നമുക്കൊരു പേടി മുഖമാണല്ലോ. അത് കഴിച്ചപ്പോ അതെ 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 പിന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയി, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ കോളേജ് എല്ലാരും അറിഞ്ഞ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നു. അങ്ങനെ കോളേജിൽ നിന്നും ഓരോരുത്തർ പറയാൻ തുടങ്ങി ഒരു കേക്ക് ഉണ്ടാക്കി തരും. അപ്പോഴൊന്നും ബിസിനസ് ഇല്ല, ജസ്റ്റ് ഫോർ ഫൺ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. ഓക്കെ. അപ്പൊ പിന്നെ സിസ്റ്റർ ഇത് നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കണല്ലോ, ഉമ്മയാണ് ഉണ്ടാക്കി തരുന്നത്? ഇതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കും. ഉമ്മ ഹെൽപ്പിങ്ങിന് ഉണ്ടാവും. ഉമ്മക്ക് മെയിൻ പണി കിച്ചൺ ക്ലീനിങ് ആണ് മെയിൻ പണി. പോസ്റ്റ് പ്രൊഡക്ഷൻ. അതെ. ഉമ്മ പറയോ ഒരു കേക്ക് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഫുള്ള് പണി ഉമ്മക്കാണ് ഉണ്ടാവുക. ഞാൻ വേഗം ഫുള്ള് ഭംഗിയാക്കിയിട്ട് അങ്ങനെ ആക്കി വെക്കും. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എപ്പോഴാണ് ഇതൊരു ബിസിനസ് ആക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇടുന്നത്? ഇതൊക്കെ എപ്പോഴാണ്? ആ ഒരു ടൈമില് ഞാൻ ഒരു ഫസ്റ്റ് ഇയർ ഒക്കെ ആവുമ്പോ ആ ഒരു ടൈമിൽ നമ്മളെ സീനിയേഴ്സ് ഉണ്ടായിരുന്നു, ഫിദാൻ. അപ്പൊ അവരൊരു ഇതേമാതിരി ഒരു ഫേസ്ബുക്ക് പേജ് സ്റ്റാർട്ട് ചെയ്ത് ഒരു ബിസിനസ് ആയിട്ടുണ്ടായിരുന്നു. ഏത് ബിസിനസ് ആയിരുന്നു? HOH എന്ന് പറഞ്ഞിട്ട്. ഹെഡ് ഓവർ ഹീൽസ്. ആ സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അവര് മെയിൻലി എനിക്കൊന്ന് ഫുഡ്വെയർസും ബാഗ്സ് ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്തത് fixmystore.com ആണ്. fixmystore.com helps you convert more people. നിങ്ങളെ വെബ്സൈറ്റിലേക്ക് ജസ്റ്റ് കസ്റ്റമേഴ്സിനെ കൊണ്ടുപോകണം മാത്രം കാര്യം നടക്കൂല, ആ കസ്റ്റമേഴ്സ് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ആ വെബ്സൈറ്റിൽ കുറെ ഒപ്റ്റിമൈസേഷൻ വേണം. ദാറ്റ് ഈസ് വാട്ട് fixmystore.com helps with. Do check it out. അപ്പൊ അത് ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് ആയി തോന്നി. അവരും സിസ്റ്റേഴ്സ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഒരു ദിവസം നമ്മളെ അപ്പൊ നമ്മളെ കോളേജിൽ സ്റ്റോൺ ബെഞ്ച് ഉണ്ട്, അവിടെ ഇരുന്നിട്ട് എല്ലാരും ഇങ്ങനെ ചില്ല് ചെയ്യാം. അപ്പൊ ഒരു ദിവസം സ്റ്റോൺ ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുമ്പോ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞ് നിങ്ങൾക്കൊന്നും അങ്ങനത്തെ ഒരു പേജ് തുടങ്ങിക്കൂടെ ചോദിച്ചു. അപ്പൊ ഞാൻ ചെയ്യാ, സിസ്റ്ററും ബേക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഓക്കെ എന്നാ അങ്ങനെ ചെയ്യാറ്. അങ്ങനെ ഒരു പേജ് നെക്സ്റ്റ് ഡേ ജസ്റ്റ് നമ്മൾ വീട്ടിൽ പോയി ലാപ്ടോപ്പിൽ ഫേസ്ബുക്ക് അടിച്ചു. അപ്പൊ ഫേസ്ബുക്ക് ആണുള്ളത്, ഇൻസ്റ്റാഗ്രാം ഒന്നും ഇല്ല. അപ്പൊ ഫേസ്ബുക്കില് പേജ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അപ്പോഴാണ് മനസ്സിലാവുന്ന ഒരു പേര് വേണോ പേജിന്. അപ്പം കുറെ ആലോചിച്ച് അപ്പൊ സിസ്റ്റർ പറഞ്ഞു താത്ത നമുക്ക് സിസ്റ്റേഴ്സ് ഉള്ള ഒരു പേരിടാ, എന്താ വെച്ചാ ഒരു നമ്മൾ സിസ്റ്റേഴ്സാ ചെയ്യുന്നതെന്ന് എല്ലാരും അറിയാൻ വേണ്ടിട്ട്. അപ്പൊ സിസ്റ്റർ നേരത്തെ ഇതിൽ ഓൺബോർഡ് ചെയ്തിട്ടുണ്ടോ കേക്ക് ഉണ്ടാക്കാൻ? സിസ്റ്റർ സ്കൂൾ ടൈം ഓളപ്പം +1 ആയിരുന്നു. അപ്പം ഓള് ഇതേമാതിരി കേക്ക് ഉണ്ടാക്കും എന്റെ കൂടെ. അപ്പൊ ഞാൻ ഓക്കെ എന്നാ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടിടാണ്. അപ്പോഴൊന്നും ഒന്നുമില്ല. അങ്ങനെ അപ്പൊ ഞാൻ ഇനിയിപ്പോ മെയിൻ ഒരു പേര് വേണല്ലോ, ഫസ്റ്റ് നെയിം സെക്കൻഡ് ലാസ്റ്റ് നെയിം സിസ്റ്റേഴ്സ് ഇട്ട്. ഫസ്റ്റ് നെയിം കുറെ ആലോചിച്ച് സ്വീറ്റ് ഇടണോ അങ്ങനെ പല ഓരോ സജഷൻസ് നമ്മൾ നോക്കി. അങ്ങനെ ഷുഗർന്ന് ഇടാൻ വിചാരിച്ചു. അങ്ങനെ ഷുഗർ സിസ്റ്റേഴ്സ് നമുക്ക് രണ്ടും ഭയങ്കര ഇഷ്ടം. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് നമ്മള് ഉമ്മന്റെ റൂമിൽ ഇരുന്നിട്ടാ രാത്രി ഇത് ക്രിയേറ്റ് ചെയ്ത്. അപ്പം ഷുഗർ സിസ്റ്റേഴ്സ് നല്ല പേര്, ആരൊന്നും പറഞ്ഞില്ല. പറഞ്ഞു പഞ്ചാര പെങ്ങന്മാരെന്ന് കൊറേ പറഞ്ഞു. കൊറേ ആൾക്കാർ ഡിമോട്ടിവേറ്റ് ചെയ്തു, വേണ്ട പേര് മാറ്റിക്കോ വേറെ ഇട്ടോ, ഷുഗർ സിസ്റ്റേഴ്സ് വേണ്ട, പഞ്ചാര പെങ്ങന്മാര് നിങ്ങൾക്ക് ഭാവിയിൽ. പക്ഷെ നമ്മള് അതൊന്നും കേട്ടില്ല. നമുക്ക് ഇത്ര എന്താ ഫേമസ് ആവുന്നുള്ള അറിയില്ലല്ലോ. പക്ഷെ നമുക്ക് പേര് നമ്മള് വെറുതെ ഉമ്മനോട് പറഞ്ഞോ ഞങ്ങൾ ഇങ്ങനെ പേരിട്ടെന്ന്? അപ്പോഴൊന്നും വെറുതെ വെറുതെ ഒരു പേജ് അല്ലേ. അപ്പൊ അങ്ങനെ ചെക്കന്മാരെ കിട്ടൂല അറിയൂ. നമ്മ കുറച്ച് മോഡേണാ. അപ്പൊ അങ്ങനെ പേജ് ഉണ്ടാക്കി നമ്മൾ ഓരോ ദിവസം ഓരോ കേക്ക് ഉണ്ടാക്കൂ ഈ പേജിൽ ഇടാനായി. ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം. ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം അതിന് കുറച്ച് പറഞ്ഞു. വെറുതെ കുറെ കേക്ക് ഉണ്ടാക്കി നമ്മളെ പൈസയും കളയും. മെയിൻ ആയിട്ട് അപ്പൊ ഓരോ ഫ്ലേവേഴ്സ് നമ്മൾ ട്രൈ ചെയ്ത്, സ്ട്രോബെറി, റെഡ് വെൽവെറ്റ്, അങ്ങനെ ഓരോ ഫ്ലേവേഴ്സ്, റെയിൻബോ ഒക്കെ ട്രൈ ചെയ്ത്. അപ്പം അങ്ങനെ ലൈക്സ് കിട്ടാൻ, ലൈക്സിനാണല്ലോ ഈ പേജിൽ ഫോട്ടോ. അതെ, എത്ര ലൈക്സ് അതല്ലേ. അങ്ങനെ നമ്മള് ഫ്രണ്ട്സിനൊക്കെ ബാക്കിയുള്ള കേക്ക് പിറ്റേ ദിവസം കോളേജിൽ അല്ലെ സ്കൂളിൽ കൊണ്ടുപോകും, എന്നിട്ട് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കും. അതാണ് മെയിൻ പരിപാടി. അങ്ങനെ ഒരു ദിവസം പുറത്തുനിന്ന് ഒരു DM കേക്ക് ഉണ്ടാക്കും, ഫോട്ടോ ഇടും, ഫ്രണ്ട്സിനൊക്കെ കൊടുക്കും. അതന്നെ. അപ്പൊ പിന്നെ ചോക്ലേറ്റ് കേക്ക് അല്ല, പിന്നെ ഫ്ലേവേഴ്സ് ചെയ്ത്. പിന്നെ നമ്മള് ഒരു DM വന്ന് ഇങ്ങനെ ഒരു കേക്ക് നിങ്ങൾ ഉണ്ടാക്കി തരോ, ആനിവേഴ്സറി ആണ്, മാങ്കാവാണ് സ്ഥലം. അപ്പൊ ഇങ്ങനെ ചോദിച്ചു ഉമ്മനോട്, സിസ്റ്ററിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ പറയാ കൊടുക്കാല്ലേ, കോസ്റ്റിംഗ് അറിയില്ല, പ്രൈസിങ് അറിയില്ല, ഒന്നും അറിയില്ല, വെറുതെ ഉണ്ടാക്കി കൊടുക്കലാണല്ലോ.
അല്ല അങ്ങനെ- ഒന്നും കിട്ടാത്തോടത്തിന് എന്തോന്ന് കിട്ടുമല്ലോ. അതെ, ആ. ഇതുവരെ ഉമ്മയും ഉപ്പയാണ് ഇതിന്റെ ആ, പൈസ ഫുള്ള് അതെ, എടുക്കണേ. അതെ. ആ അപ്പൊ നമ്മൾ എന്നാ ഓക്കെ ചെയ്യാം. എന്നിട്ടും നമ്മൾ ബിസിനസ് ആണ് എന്നൊന്നും വിചാരിച്ചില്ല. ഒരാള് ചോദിച്ചു, അപ്പൊ ഓക്കെ. ഉം. അങ്ങനെ ഒരു ആനിവേഴ്സറി കേക്ക് ആയിരുന്നു, ഒരു ഹാർട്ട് ഷേപ്പ്. എനിക്കിപ്പോഴും ആ ഡിസൈൻ വരെ ഓർമ്മയുണ്ട്, ആളെയും എനിക്ക് ഓർമ്മയുണ്ട് ആ. ഓർഡർ ചെയ്ത. അങ്ങനെ അത് ഓർഡർ ചെയ്തപ്പോ നമ്മൾ വേണ്ടാക്കി, അവര് വീട്ടിൽ വന്ന് ആ. കളക്ട് ചെയ്ത് ഓക്കെ. അവർക്ക് ഹാപ്പി ആയി പോയി. ആ. പിറ്റേ ദിവസം ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞപ്പോ തന്നെ സെയിം ഓർഡർ, സെയിം ഡിസൈൻ അവരെ ത്രൂ വേറൊരാൾ ഓർഡർ ചെയ്ത്. ഓ. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ വേർഡ് ഓഫ് മൗത്ത്. അത് Yes. ന്യൂയോർക്കാണ്. ഏ? ന്യൂയോർക്കിൽ നിന്ന് ഉണ്ടായിരുന്നു ഒരു ഓർഡർ. അത് വേറെ അത് വേറെ. അത് പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നാ. അത് പിന്നെ അപ്പൊ ഇത് വേറൊരു സെയിം ഓർഡർ വന്നപ്പോ ഇപ്പൊ മനസ്സിലായി ആ. ഇനിയാണ് ഉം. ബിസിനസ് ആയിട്ട് നമുക്ക് ഇത് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന മനസ്സിലായത്. ഓക്കെ. ഒരു സൈഡ് ബിസിനസ്. ഓക്കെ. അങ്ങനെ ഫുൾ വേർഡ് ഓഫ് മൗത്ത് ത്രൂ നമുക്ക് ഓർഡേഴ്സ് മെല്ലെ മെല്ലെ കിട്ടാൻ തുടങ്ങി. ഓക്കെ. നമ്മൾ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ചെലവ് ഫുള്ള് ഉമ്മ എടുക്കും, പൈസ ഫുള്ള് നിങ്ങൾ വെക്കും. അതെ, അല്ലേ? ചെലവ് ഫുള്ള് ഉമ്മ. അല്ല, അങ്ങനെ കണക്കൊന്നുമില്ല. കണക്ക് ഒന്നും ഇല്ല. എല്ലാം ഞാൻ തന്നെ ആ. ഹാൻഡിൽ ചെയ്യാം. ആ, നിങ്ങള് പൈസ ഒക്കെ ഇങ്ങനെ പഠിക്കുന്ന കിട്ടും. സമയല്ലേ. ആ, അപ്പൊ ഫുള്ള് നമ്മൾ തന്നെ എടുത്തു വെക്കും. അതെ. ആ, ഓക്കെ, സമാധാനം. ആ, നമ്മൾക്ക് പോക്കറ്റ് മണി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തരും, അത്ര ഉമ്മേന്റെ അടുത്ത് വാങ്ങിക്കും. ഉമ്മേന്റെ അടുത്ത് ഓക്കെ. വാങ്ങും. ആ. പിന്നെ നമ്മളിങ്ങനെ ഓർഡേഴ്സ് കിട്ടാൻ തുടങ്ങി. അപ്പം പിന്നെ മെയിൻ ആയിട്ട് നമുക്കൊരു ചാലഞ്ച് വന്ന ഈ സ്കൂൾ ടൈമും കോളേജ് ആയതുകൊണ്ട് എക്സാം ടൈം ആണല്ലോ. കറക്റ്റ്. അപ്പൊ എക്സാം ടൈമിനാണ് കുറച്ചൊരു കുറച്ച് ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടായത്. ഈ ഓർഡേഴ്സ് ഒക്കെ വരുന്നത് ഫേസ്ബുക്ക് ത്രൂ ആണോ, എങ്ങനെയാണ്? ഫേസ്ബുക്ക്, വാട്സപ്പ്. വാട്സാപ്പ് ത്രൂ. ആ, പിന്നെ വാട്സപ്പിലേക്ക് ആയി. ഫേസ്ബുക്കിന് കൂടുതൽ, പക്ഷെ correct. പിന്നെ മാനേജ് ചെയ്യാൻ ആൾക്കാർക്കൊക്കെ കഴിയില്ല. മനസ്സിലായി ഈ വാട്സാപ്പ് നമ്പറിലാണ് പെട്ടെന്ന് അതെ, എത്താൻ അതെ, പറ്റുക. ആ. ആ, പിന്നെ എക്സാം സീസണിലുള്ളത് എക്സാമില് എന്താ വെച്ചാല് പിന്നെ ഇവരെന്തായാലും ഫിനിഷിങ്ങിൽ അവര് വരണല്ലോ. ആ. അപ്പം ഇവര് പറയും ഉമ്മ വിളിക്കരുത്, എക്സാം ആണ്. ആ. പക്ഷെ അപ്പം- ഉമ്മ വിളിക്കൂ. പക്ഷെ എനിക്ക് വിളിക്കേണ്ട, അത് വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളെക്കാളും വലിയ എക്സ്പേർട്ട് ഓരായി മാറി. അതെ. ആ, അപ്പൊ അപ്പൊ ഉമ്മാണ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു സീസണില്. ആ. അവള് season. കോളേജും അവള് സ്കൂളാണ്. ആ. രണ്ടാൾക്കും 2 ടൈം ആയിരിക്കും. കറക്റ്റ്. ആ. അപ്പൊ എനിക്ക് എക്സാം ഉള്ള അപ്പൊ സമയത്ത് സിഇഒ നിങ്ങൾ ഉമ്മനാക്കും. ആ ഏ? അപ്പൊ ഉമ്മ പക്ഷെ അന്ന് ഹാൻഡിൽ വീട്ടിൽ തന്നെ ആയിരുന്നല്ലോ. എല്ലാം ആ. വീട്ടിൽ തന്നെ ആ, ആയിരുന്നു. അപ്പൊ ഓക്കെ. വീട്ടിൽ ഉമ്മാണ് തന്നെ മെയിൻ ആ ഒരു ടൈം ഹാൻഡിൽ ചെയ്യാ. Okay. ബാക്കി ഫിനിഷിംഗ് വർക്കും ഇതിനൊക്കെ ഞാനും എന്റെ സിസ്റ്ററും ലാസ്റ്റ് ടച്ചിന് എന്തായാലും ഒരെണ്ണം നമ്മൾ വരണം. വേണം. ഓക്കെ. അപ്പൊ ഇതൊക്കെ വീട്ടിലുണ്ടാക്കണ നിങ്ങൾക്ക് ഇതിന് മെഷീനറിയും കാര്യങ്ങളൊന്നും വേണ്ടേ? ആ ടൈമിൽ നമുക്കൊരു ചെറിയൊരു ഓവൺ ആയിരുന്നു. ആ. അപ്പൊ ആ ഓവണിൽ ഇങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കും. പിന്നെ 30 മിനിറ്റ്സ് ആയിട്ട് പിന്നെ അതൊന്ന് കൂൾ ഡൗൺ ആയിട്ട് ഉം. പിന്നെയോ. അപ്പൊ അത് വളരെ ഒരു ടൈം കൺസ്യൂമിംഗ് ആയിരുന്നു. കൺവെക്ഷൻ ഓവൺ ആണോ? അല്ല. കൺവെക്ഷൻ convection കൺവെക്ഷൻ oven. അത് അവിടുന്ന് പിന്നെ എന്റെ ഈ പാഷൻ കണ്ടിട്ട് ആ. ഇവരെ ഫാദർ ഗൾഫിലായിരുന്നു. ആ. അപ്പൊ അവിടുന്ന് ഒരു ചെറിയൊരു കുഞ്ഞു ഓവണ് ആ. കൊണ്ടുവന്നായിരുന്നു. അവിടുന്ന് Okay. സൗദിയിൽ നിന്ന് കൊണ്ടുവന്ന ആ ഒരു എല്ലാ oven. എക്സ്പെരിമെന്റ്സ് ഒക്കെ അതിലായിരുന്നു ചെയ്യാ. ഓക്കെ. എന്റെ വീട്ടിലുണ്ട് ഒരു കൺവെക്ഷൻ. ഉമ്മ നല്ലോണം ഇതാക്കും, Cake കേക്ക് ഉണ്ടാക്കും. ഉണ്ടാക്കും. ആ. ഓക്കെ. അപ്പം അപ്പൊ ഒന്ന് വെച്ച് കഴിഞ്ഞാല് ആ. അത് ബേക്ക് ആയിട്ട് ആ. നെക്സ്റ്റ് വെക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത്. ഓക്കെ. അപ്പം ഫാദർ ഒരു ബിസിനസ്മാൻ ആണ്. ആ. ഫാദർ ഇത് ഒക്കെ ഇങ്ങനെ കണ്ടിരിക്കുന്നുണ്ട്. ആ. ഫാദർ കുട്ടികൾ എന്തോ ചെയ്യുന്നുണ്ട്. ആ. ഫാദർ അതെ, ഗൾഫാണ്. അതെ, ആ. ഫാദർ NRA ആണ്. ആ. അപ്പം ഫാദർ വന്ന ആ ഒരു ടൈമാണ്. ആ. അപ്പൊ ഫാദറിന് മനസ്സിലായി ഉം. ഒരു നെക്സ്റ്റ് ആയിട്ടൊരു ആ. ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരും ഇവർക്ക് വേണ്ടിയിട്ട്. ആ. അങ്ങനെ നമുക്കൊരു ഓവൺ വാങ്ങി തന്നു. ആ. ഓവൺ ഓവണ് വാങ്ങുന്നുണ്ട്. ഓവണ് മറ്റേതാ വാങ്ങിയ നെക്സ്റ്റ് ഇത് അത് കഴിഞ്ഞിട്ടാണ് വലുതാങ്ങി. പിന്നെ വേറൊരു ഓവൺ വാങ്ങി. ഉം. അന്നാ പറഞ്ഞു. ആ. അപ്പൊ നമുക്ക് ഹൈസലില് ഒരു എന്തായിരുന്നു ഹൈസലില് നമ്മള് പോയി ഹൈസനിൽ ഒരു ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അത് first ഇപ്പത്തെ ഈ നമ്മള് ഒരു എക്സിബിഷൻസ് ഉണ്ടല്ലോ. ആ. കാലിക്കറ്റിൽ ഫസ്റ്റ് എക്സിബിഷൻ ഹൈസനിൽ ഫ്ലീ മാർക്കറ്റ് പോലത്തെ. ഫ്ലീ മാർക്കറ്റ് മാതിരി ആ. ഹൈസനിലാണ് ഫസ്റ്റ് ആയിട്ട് ഒരു കണ്ണൂർക്കാര് ആ. ഇപ്പൊ എക്സ്പോക്ക് വേണ്ടിട്ട്. അപ്പൊ ഹൈസൻ നമ്മൾ പറഞ്ഞ ഹോട്ടലില്. ഹൈസനിലാണ് ഹോട്ടലില് Okay. ഒരു മുകളിലെ ഹാളിൽ വെച്ചിട്ട്. ഓക്കെ. അപ്പം കേക്കിന്റെ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നു. അന്ന് വേറെ ആരും ഇല്ല ആ, കേക്കില്. കറക്റ്റ്. അപ്പം ഇതിപ്പോ 2000 ഏത് ഇയറിലായിരിക്കും നമ്മൾ പറയുന്നത്? 13 ആയി. 13-14 സമയം. അതെ, 13. ഓക്കെ. അപ്പൊ അതിന്റെ തലേന്ന് ആ. ഓവണ് പണി തന്നു. ചെറിയ ഓവൺ. ചെറിയ ഓവൻ. അപ്പം പിന്നെ ബാബ പറഞ്ഞു വാങ്ങുമ്പോ നീ വലുത് വാങ്ങിക്കോന്ന് പറഞ്ഞിട്ട് ഇതേ സെയിം തന്നെ അതിന്റെ കുറച്ച് നല്ല ഇവിടെ കിട്ടുന്നതിൽ ഏറ്റവും വലുത് ആ. വാങ്ങി. സെയിം Okay. സ്റ്റൈലിൽ തന്നെ. ഓക്കെ. പിന്നെ അതിലാണ് നമ്മള് ബേക്ക് തുടങ്ങിയത്. ചെയ്ത്. ബേക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഒരു 2-3 ഒന്നിച്ച് വെക്കാൻ പറ്റുന്ന സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്ന ആ ആ. സൈസ് തന്നെ. നൈസ്. എന്നിട്ട് അതിലാണ് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ എന്താണ് സംഭവിക്കുന്നത്? പിന്നെ നമുക്ക് പിന്നെ ഓർഡേഴ്സ് കൂടുതൽ വരാൻ തുടങ്ങി. ആ. അങ്ങനെ പിന്നെ നമ്മൾ അറിയപ്പെട്ടു, പക്ഷെ നമുക്ക് അറിയില്ലായിരുന്നു. ആ. അങ്ങനെ ഓ, ന്യൂയോർക്ക് നമ്മൾ അധോലോകമായത് നമ്മൾ തന്നെ അതെ, അറിയാത്തൊരു പ്രശ്നം. ആ. അങ്ങനെ ന്യൂയോർക്കിൽ നിന്ന് ഒരു ഓർഡർ വന്നു. ആ. ഡെലിവറി കൊടുവള്ളി. ആ.
വൈഫിന് ഓ. കൊടുക്കാനായിരുന്നേ. നൈസ്. അപ്പം ഒക്കെ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ബാബയും ഇവര് ബാബാന്ന് വിളിക്കാനുള്ള ബാബയും ബാബന്റെ ഫ്രണ്ടുമാണ് ഡെലിവറി ചെയ്യാൻ. ഓ അങ്ങനെ കേക്ക് അവർക്ക് കൊടുത്തപ്പോ അവര് ഇത് ആക്സെപ്റ്റ് ചെയ്ത ആള് ഷുഗർ സിസ്റ്റേഴ്സിന്റെ ആണോ എന്ന് ചോദിച്ചപ്പോ ആ. മൂപ്പർ തന്നെ ഞെട്ടി. ഓ ബാബുക്ക് നമ്മളിത്ര അങ്ങനെ അപ്പൊ ബാബ തിരിച്ചു വന്നപ്പോ പറഞ്ഞു നോക്ക് അവർക്കൊക്കെ നിങ്ങളൊക്കെ അറിയാം, അവരൊക്കെ ഭയങ്കര ബാബുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി ആ ആ കേട്ടപ്പോ. അപ്പോഴാണ് നമ്മളിങ്ങനെ മനസ്സിലാക്കുന്നത് നമ്മള് ഉം. ഇങ്ങനെ നമ്മള് പോപ്പുലർ ആയില്ലേ ആൾക്കാർക്ക് അറിയാം കേക്കിനെ പറ്റിട്ട്. ബ്രാൻഡായി. കാരണം ഫേസ്ബുക്ക് ഒന്നും അങ്ങനെ നിങ്ങളൊന്നും യൂസ് ചെയ്യണ്ടാവൂല. ഇല്ല. അപ്പൊ ഇതിന്റെ റീച്ച് ഭയങ്കരാണല്ലോ ഓൺലൈനിന്റെ. അതെ. ഭയങ്കര. ഞാൻ പറയാ നിങ്ങളൊരു ഷോപ്പിലിട്ട് വിൽക്കണേ പകരം നിങ്ങൾ ഓൺലൈനിലിട്ട് അത്രയും കൂടുതൽ ആൾക്കാർ നിങ്ങളെ കാണുക. ഓക്കെ, എന്നിട്ട് ബാപ്പ തിരിച്ചു വന്നിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഇങ്ങനെ നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ് തിരിച്ചു വന്ന്. ഭയങ്കര ഹാപ്പിയായിരുന്നു, മൂപ്പരെ ഹാപ്പിയായിരുന്നു. ആ പിന്നെ നമ്മള് ഓർഡേഴ്സ് ഇങ്ങനെ കൂടാൻ തുടങ്ങി. അപ്പൊ പിന്നെ മൂപ്പർക്ക് തോന്നി ഇനി ഒന്ന് മെഷീനറീസ് ഒക്കെ ഒന്ന് വലുതാക്കണം. പിന്നെ ഈ ബീറ്റ് ചെയ്യുന്ന ക്രീം ബീറ്റ് ചെയ്യുന്ന മെഷീൻ ഇങ്ങനെ ഗൾഫിൽ നിന്ന് കൊണ്ടുവരും. ആ. അവിടെ ഒരു 5,000 റുപ്പീസിനൊക്കെ ആണ് അത് കിട്ടുക. ആ പക്ഷെ നമ്മളെ ഉപയോഗം കാരണം കത്തിപ്പോവും. ആ. അത് സ്ഥിരമാണ്. എഗ് ബീറ്റർ. എഗ് ബീറ്റർ അതിന്റെ കുറച്ച് വലുത്. ഇപ്പൊ എനിക്ക് പഴയതൊക്കെ ഓർമ്മ വരുന്നുണ്ട്. എന്റെ വീട്ടിൽ എങ്ങനെയായിരുന്നു കേക്ക് ഉണ്ടാക്കലേത്. അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു മണം വരും. ആ. അതിനർത്ഥം അത് പോയി. അത് തീരുമാനമായിട്ടുണ്ട്. തീരുമാനമായി മൂപ്പരെ കൊണ്ടുവരും, അത് പോയി. ആ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെച്ച് കളിച്ചാൽ ശരിയാവില്ല, നമുക്ക് പിന്നെ ഹെവി ആയിട്ടുള്ളത് തന്നെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ളത് commercial ആയിട്ട് നോക്കാം. നോക്കാം. അതാവുമ്പോ ലാസ്റ്റ് ചെയ്യുന്നു. ആ. അങ്ങനെ നമ്മളെ വീട്ടിന്റെ അടുത്ത് തന്നെ ഇത് വിൽക്കുന്ന ഒരു ഷോപ്പ് ഉണ്ട്, കൊമേഴ്ഷ്യൽ ഫുൾ പാരമൗണ്ട് എന്ന് പറഞ്ഞിട്ട്. നമ്മള് തൊട്ടടുത്ത് തന്നെ. ഓക്കെ. അങ്ങനെ എന്നാ നമുക്ക് അങ്ങനെ അവിടുന്ന്. പക്ഷെ എനിക്കത്ര ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു ഇത്രയും വലിയ അത് machinery ഒക്കെ. വിറ്റാ എന്തിനാ വെറുതെ ആ ഷോപ്പ് പോയാല് നല്ല വിലയുള്ള സാധനം. കാറ് മുന്നിൽ നിർത്തും. ഉമ്മ ഇറങ്ങൂല. ഞാൻ ഇറങ്ങൂല, എനിക്ക് ഭയങ്കര ക്ഷീണം അവിടെ എത്തിയ. ഉമ്മ എനിക്ക് ഞാനില്ല. എന്നിട്ട് ഞാനും പൈസ കുറെ കൊടുക്കണല്ലോ അല്ലേ. ഞാനില്ല, ഞങ്ങള് പോയി എന്താ നോക്കിക്കോളി. എന്നിട്ട് ഞാനും നമ്മളും ബാബി ഇറങ്ങും, ഫുള്ള് നോക്കൂ. അപ്പൊ ബാബു ചോദിക്കും ഇത് വാങ്ങും. ഉമ്മ എനിക്കറിയില്ല, നിങ്ങൾ എന്തെങ്കിലും ആക്കിക്കോളി. മൂപ്പരാണെങ്കിൽ എല്ലാം എന്താ പറയാ ഡബിൾ ആയിട്ടാണ് കാണാം. ഒന്നിന് ഫ്യൂച്ചർ ആലോചിക്കും. നെക്സ്റ്റ് വാങ്ങുമ്പോ കുറച്ച് റേറ്റ് വ്യത്യാസം ഉണ്ടാവുള്ളൂ. പക്ഷെ അത് നമുക്ക് ഉപകാരത്തിൽ പെടും. പെട്ടെന്ന് വലിയ ഓർഡർ ഒക്കെ വരുമ്പോ. സിംഗിൾ ഡെക്ക് ആണെങ്കിൽ ഇത്ര അതിന്റെ കുറച്ച് കൂട്ടിയാൽ ഡബിൾ ആയി. അങ്ങനെ നമ്മളൊരു അങ്ങനെ മൂപ്പരെ കണക്കൂട്ടാം. അങ്ങനെ വലിയ ഓവൻ വലിയ ഓണ പറഞ്ഞാല് നമുക്ക് അതിനുള്ളിൽ എടുക്കാം. അത്രയും വലിയ ഓവൻ. അത്രയും വലിയ ഓവൻ. അങ്ങനത്തെ 2 ഡെക്കിന്റെ വലിയ ഓവണ് വാങ്ങി. 2.5 ലക്ഷം. 2.5 ലക്ഷം അന്നത്തെ ഫസ്റ്റ് വലിയൊരു മാരുതി 800 വാങ്ങിയാലോ ആ സമയത്ത്. അതെ, അതന്നെയാണ് അൽഹംദുലില്ലാഹ് ഇപ്പോഴും നമ്മള് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അതേപോലെ എഗ് ബീറ്റർ വലിയ ഹെവി ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ അതും വാങ്ങി. പക്ഷെ സ്പേസ് ഇപ്പോഴും വീട് തന്നെയാണ്. സ്പേസ് ഞങ്ങള് വീട്ടിലായിരുന്നു. വീട്ടിന് തൊട്ടടുത്ത് തന്നെ, വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഒരു സ്പേസിലാണ് ഇതിപ്പോ ചെയ്തത്. പക്ഷെ വീട്ടിന്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പൊ വീട്ടിൽ മൊത്തം ഈ നമ്മള് വീട് തുറന്ന ഫുൾ കേക്കിന്റെ ഐറ്റംസാ. ഒരു സൈഡിൽ ബോർഡ് ഉണ്ടാവും, ബോക്സ്. ഡൈനിങ് റൂമിലെ ടേബിളിലാണ് മെയിൻ. ഡൈനിങ് റൂം ഫുൾ ഡെക്കറേഷൻ ഏരിയ. ഡൈനിങ് റൂം ഫുൾ ഷുഗർ സിസ്റ്റേഴ്സിന്റെ ആണ്. മൊത്തത്തിലാണ് ഡൈനിങ് റൂം നോക്കണ്ട. ജസ്റ്റ് വന്നാലേ പുറത്തേ എടുത്തോളൂ. ഓ അത് ശരി. ഇവിടെ ഇരുന്നാൽ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാല്ലേ. സ്റ്റെപ്പിന്റെ മുകളിലൊക്കെ ഇവിടെ എല്ലാം കാറ്റും വിളിച്ചു കിട്ടുന്നത്. മുകളിലേക്ക് കയറുമ്പോ സ്റ്റെപ്പിന്റെ മുകളിൽ ഇങ്ങനെ ഒരാൾക്ക് കയറാം. ബാക്കി ഫുള്ള് ഐറ്റം സമ്മതിച്ചതിനൊക്കെ. ഇവൾക്ക് കൊടുക്കാനുള്ള കല്യാണത്തിന് കൊടുക്കാനുള്ള റൂമില് ഈ റാക്കൊക്കെ അടിച്ചിട്ട് ഫുള്ള് സ്റ്റോർ റൂമായിരുന്നു കല്യാണത്തിന്റെ. ഇങ്ങനെയായിരുന്നു അവസ്ഥ. അടിപൊളി. പിന്നെ നമ്മള് കൊച്ചിയിൽ പോയിട്ടാണ്, അന്ന് ഇവിടെ ഒന്നും ഷോപ്പുകളൊന്നും ഇല്ല. പിന്നെ കൊച്ചിയിൽ പോയിട്ടാണ് സാധനം വാങ്ങാം. ഇൻഗ്രീഡിയൻസ് കൊച്ചി ബാംഗ്ലൂരൊക്കെ. അപ്പം അത്രയും സ്റ്റോറേജ് ആയിട്ട് നമ്മൾ വെക്കും. അപ്പൊ കുറച്ചുങ്ങൾ കൂടുതൽ വാങ്ങിച്ചു, അല്ലെങ്കിൽ വീണ്ടും പോണല്ലോ കൊച്ചിയിൽ. അങ്ങനെയാണ്. അപ്പൊ പിന്നെ കല്യാണമായി. അപ്പൊ കല്യാണം 2018 കല്യാണമായപ്പോ ഇതിപ്പോ ഒരു വീടാവേണ്ട, ഒരു കല്യാണ വീട് സ്റ്റോർ റൂം പറ്റൂലല്ലോ. അപ്പൊ ഉപ്പ പറഞ്ഞു നെക്സ്റ്റ് നമ്മള് ഓപ്പോസിറ്റില് ഒരു വീട് നമ്മള് റെന്റലിന് ചോദിച്ചു. ഓപ്പോസിറ്റ് തന്നെയാണ്, നടന്നു പോയാൽ മതി. പക്ഷെ അവര് നമ്മളെ പേരില് കണ്ട് തരില്ല, അങ്ങനെ എന്തോ പറഞ്ഞു. കൊമേഴ്ഷ്യൽ പർപ്പസ് പറഞ്ഞു നമുക്ക് ഇവിടെ തന്നെ നമ്മള് 45 സെന്റുള്ള വലിയ വീടാണ്, പറമ്പുണ്ട്. അപ്പം പറഞ്ഞു നമുക്ക് ഇവിടെ തന്നെ. അതെ, പറമ്പിൽ തന്നെ ഒരു ബിൽഡിംഗ് മാതിരി ഉപ്പ ക്രിയേറ്റ് ചെയ്ത്. അപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അത് യൂണിറ്റ് ആണ്. അത്ര അടുത്താണ്. സൈഡ് ഡോർ ആണ്. എത്ര സ്ക്വയർ ഫീറ്റിന്റെ യൂണിറ്റ്? ഒരു 1000-1200 കല്യാണത്തിന്റെ സമയത്ത് അവിടെ ഒരു യൂണിറ്റ്. ഇത് ഉണ്ടാക്കലോ കല്യാണത്തിന് നിനക്ക് തന്നത് അതാണ്. അതെ, അങ്ങനെ പറയാം. സെയിം ടൈമിൽ തന്നെ ഷിഫ്റ്റ് ചെയ്തതും രണ്ടും ഒന്നിച്ച് തന്നെയാണ്.
നടന്നത്. നമ്മളെ Okay. കല്യാണത്തിന് ഇവിടെ പ്രിപ്പറേഷൻ നടക്കണ്ടേ, യൂണിറ്റിന്റെ അവിടുന്ന് പ്രിപ്പറേഷൻ വരുന്നുണ്ട്. രണ്ടും ഒപ്പരാണ്. എന്തോ ഒരു പഞ്ചലുണ്ടല്ലോ ഇവിടെ പാലിയാച്ചൽ അപ്പുറത്ത് എന്തായിരുന്നു എന്തേനത്? മരണവേദനയാ എന്തോ ഒരു സാധനം ഉണ്ട്. കല്യാണത്തിന് അവിടുന്ന് സൽക്കാരത്തിന് വന്നവരൊക്കെ നേരെ ഇതാണ് പോയി കണ്ടത്. എല്ലാരും Room കാണാൻ റൂം കാണുന്ന പകരം യൂണിറ്റ് എല്ലാരും കണ്ടേ. അവർക്ക് ഭയങ്കര പ്രൗഡായിരുന്നു. മരുമോളെ ഒരു അതോ ആ സമയത്ത് ഭയങ്കര സംഭവല്ലേ, സ്വന്തമായിട്ടൊരു യൂണിറ്റ് ഒക്കെ അല്ല ആളാ. അതെ, അതെ. അതെ അതെ ഓക്കെ അങ്ങനെയാണ് യൂണിറ്റിലേക്ക് മാറി. പിന്നെ അവിടുന്ന് നമ്മള് ചേച്ചിമാരൊക്കെ പഠിപ്പിച്ചെടുത്ത് ഇപ്പൊ നമുക്ക് വർക്കേഴ്സ് ഒക്കെ ഉണ്ട്. അന്ന് ഇതേപോലെ കൂടുതൽ വർക്ക് വരുമ്പോൾ കസിൻസ് ഉണ്ട്, മൂപ്പര അനിയന്റെ മക്കള്, അവരൊക്കെ വിളിക്കും. അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വർക്ക് കൂടുതലാണ്, പെട്ടെന്ന് തന്നെ വന്നോളി കേൾക്കാൻ. അടുത്താണ് വീട്. ഫ്രണ്ട്സും ഫ്രണ്ട്സ് വരും. പിന്നെ മോളെ ഫറൂഖ് കോളേജിലെ സിസ്റ്റർ പഠിച്ചേ. അപ്പൊ ഇങ്ങനത്തെ ഈ ഫ്ലീ മാർക്കറ്റ് എന്നിട്ടൊക്കെ വരുമ്പോ അന്ന് ഫസ്റ്റ് ഫ്ലീയില് സെക്കൻഡ് ഫ്ലീയിലൊക്കെ നമ്മളുണ്ടായിരുന്നു. അപ്പം വർക്ക് കൂടുതലാവുമ്പോ അവളെ ഫ്രണ്ട്സ് വരും. ഫ്രണ്ട്സ് വരും. നല്ല രസാ. ബോയ്സ് ഗേൾസ് എല്ലാരും കൂടി. എല്ലാരും കൂടി മരണ ഉക്കലായിരിക്കല്ലേ. ഓക്കെ, എന്നിട്ട് അവിടെ നിന്ന് എങ്ങോട്ടാണ് പിന്നല്ല നിങ്ങളെ പിന്നെ യാത്ര? കല്യാണം കഴിഞ്ഞു, ഇവളെ ഹസ്ബൻഡ് വന്നു. അപ്പം ഇങ്ങനെ നമ്മളെ ഷെഡ്യൂള് ടൈറ്റ് ആണല്ലോ. അപ്പം പറഞ്ഞു നിങ്ങള് ആളെ വെക്കാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എന്റെ ഹസ്ബൻഡ് സജസ്റ്റ് ചെയ്ത ഒരാളെ വെക്കാൻ. അങ്ങനെ ഹസ്ബൻഡ് ആണ് അപ്പോൾ ആൾക്കാരെ. ഞാൻ ചോദിച്ചു ആവശ്യമുണ്ടോ. അതന്നെ എല്ലാവരും സ്ഥിരം പരിപാടിയല്ലേ, ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ഓവൻ വാങ്ങിക്കുക, അന്ന് ഓവൻ വാങ്ങിച്ചില്ലായിരുന്നെങ്കിൽ. പിന്നെ ഈ ഡെലിവറിക്ക് നമ്മൾക്ക് ഇങ്ങനെ ആളെങ്ങനെ ഓരോരുത്തരുടെ ഫ്രണ്ട്സിന്റെ ഇങ്ങനെ തപ്പലാണ്. അപ്പം ഇങ്ങനെ ഭയങ്കര ടെൻഷനാണ്. അപ്പൊ പറഞ്ഞു ഇതേപോലെ ഡെലിവറിക്ക് നിങ്ങൾ ഒരാളെ വെക്കണം, എന്തായാലും നിർബന്ധമാണ്. അന്നൊക്കെ കണ്ണൂര് പിന്നെ തലശ്ശേരി, മാഹി, പിന്നെ ഈ ഭാഗത്തേക്ക് മലപ്പുറം, തിരൂര്, അങ്ങനെ ഫുള്ള് ഓട്ടാണ്. അങ്ങനെ കുറെ ആരായിരുന്നു ഡെലിവറി ചെയ്യല്? അങ്ങനെ അറിയുന്ന കുറെ കുട്ടികളുണ്ട്. അറിയുന്ന ആൾക്കാർ അവരെ വിളിച്ചാൽ ഫ്രീ ആയിട്ടുള്ള അവർക്ക് അവിടെ എന്താ വെച്ചാൽ ഹാൻഡ് ഓവർ ചെയ്യണം. ഇപ്പൊ ട്രെയിനിലാണെങ്കിൽ സ്റ്റേഷനിൽ കൊടുത്തിട്ട് ഹാൻഡ് ഓവർ ചെയ്തിട്ട് അത് കുറച്ചൊരു ടഫ് ആണല്ലോ ഹാൻഡിൽ ചെയ്യാൻ. അവർക്ക് ഒരു ദിവസത്തെ കൂലി പറഞ്ഞിട്ട്. മനസ്സിലായി. അപ്പൊ അവർക്ക് ഒരു ദിവസത്തെ കൂലി കൊടുക്കും. അങ്ങനെ ചില സമയത്ത് കിട്ടാതെ ടെൻഷൻ ആവും. അപ്പൊ ബാബന്റെ ഫ്രണ്ട്സിനോ കുട്ടിയോ അങ്ങനെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ആളെ വെക്കാം. നമ്മള് ഫസ്റ്റ് ഡെലിവറി വയനാട്ടിലൊരു. നിങ്ങൾ നല്ല വരുമാനാണല്ലോ വരുത്തിയേ, നല്ല വിവരമല്ല ഓക്കെ. അങ്ങനെ ആളെ വെച്ച് അവിടെ തന്നെ നമുക്ക് ഇപ്പം വേറെ ഡെലിവറിക്ക് ഒരാളെ യൂണിറ്റ് ഉള്ളതുകൊണ്ട് അവിടെ താമസിക്കാനും മുകളിൽ സൗകര്യം ഉണ്ട്. അങ്ങനെ വയനാട്ടിലുള്ള ഒരാളാണ് ഫസ്റ്റ് ഡെലിവറി, അവിടെ തന്നെ താമസം. അവര് 2 മണിക്കും 3 മണിക്കൊക്കെ പോകും. ഫുൾ ടൈം ഡെലിവറി 24 hours സർവീസ് ആയിരുന്നു. അപ്പൊ നിങ്ങള് ഡെലിവറിക്ക് ഇങ്ങനെ ഒരു ഡെലിവറിക്ക് ഒരു സെറ്റ് അല്ലെങ്കിൽ ശമ്പളത്തിന് വെച്ചോ? എങ്ങനെയായിരുന്നു? ശമ്പളത്തിന് വെച്ചു. ചില കേക്ക് ചിലപ്പോ ഹാഫ് kg ഒക്കെ ആയിരിക്കും, പക്ഷെ അതിന്റെ 3 മടങ്ങായിരിക്കും ഡെലിവറി ചാർജ്. അത് പ്രശ്നമല്ല ആൾക്ക്, ഓർഡർ ചെയ്യുന്ന ആൾക്ക് അതൊന്നും പ്രശ്നമില്ല. നമ്മളെ ഷുഗർ സിസ്റ്റേഴ്സിന് സാധനം കിട്ടിയാൽ മതി. അപ്പം അങ്ങനെ ഡെലിവറി ചെയ്യലുണ്ട്. അപ്പം ഡെലിവറിക്ക് ആളായി, പിന്നെ കേക്ക് ഉണ്ടാക്കാൻ ആൾക്കാരായി. പറഞ്ഞു നമുക്കൊരു അക്കൗണ്ടന്റിനെ വെക്കണം, എന്തായാലും അക്കൗണ്ട്സ് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കണം പറഞ്ഞു. അങ്ങനെ പൈസ വരുന്നു പൈസ പോണു, പൈസ വരുന്നു പൈസ പോണല്ലേ മോഡാണ്. അപ്പൊ മരുമോൻ തന്നെ ഓരോ സ്റ്റാഫ് ഉണ്ടായിരുന്നു അറിയുന്ന, നമ്മള് അടുത്തുള്ള ആളെ തന്നെ വെച്ചു. അതും ഇപ്പോൾ നമ്മളെ കൂടെ തന്നെ ഉണ്ട്, ഫാമിലി മെമ്പറിനെ പോലെ തന്നെ. ഈ പുതിയ ആൾക്കാരൊക്കെ വരുമ്പോ ഉമ്മ അങ്ങനെ കമ്പനി ആവില്ല. ഞാൻ 2 ദിവസത്തേക്ക് ആ ഭാഗത്തേക്ക് പോല എന്തിനാ അങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പൊ അത് ശരിക്കും നമുക്കൊരു പോസിറ്റീവാ. ഉമ്മ ഒരു നെഗറ്റീവ് പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അതൊരു നല്ലൊരു കാര്യമാണ്. ഉമ്മ മോശം പറഞ്ഞോ, എന്നാ സെറ്റാ, അടിപൊളി. എന്നിട്ട് പിന്നെ അവിടെ എങ്ങോട്ടാണ് യാത്ര? പിന്നെ അപ്പം അങ്ങനെ നമ്മൾ ഓർഡേഴ്സ് ചെയ്യാറുണ്ട്, പുറത്തൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മള് ചിന്തിച്ചിട്ടില്ല. അപ്പൊ ഈ കൊറോണ ആയപ്പോ ഫുൾ ഓൺലൈൻ ഓർഡേഴ്സ്. അല്ല ബാക്കിയുള്ള കേക്കിന്റെ ഷോപ്പൊക്കെ ക്ലോസ്ഡ് ആണല്ലോ. അപ്പം നമ്മൾ അറിയുമ്പോ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഏത് സമയം 24 hours നമുക്ക് കേക്ക് കൊടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടല്ലോ. അപ്പം നല്ല ഓർഡർ ആയിരുന്നു, നല്ല ഓർഡർ ആയിരുന്നു. പിന്നെ നമ്മള് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പെർമിഷൻ വാങ്ങി, ലെറ്റർ ഒക്കെ ഉണ്ടാക്കി കാറിന്റെ മുകളിൽ ഫുഡ് ഡെലിവറി ഒട്ടിച്ചു. ബർത്ത്ഡേ ഒന്നും നടക്കൂല, ഉടനെ തന്നെ ഞങ്ങൾക്ക് പെർമിഷൻ വേണോ. ഫുള്ള് രാത്രി 10 മണി വരെ ഓർഡർ തന്നെ ആയിരുന്നു. അപ്പൊ ഈ തിരക്ക് കണ്ടപ്പം ഈ ഒരു ആ ഷെഡ്യൂൾ കണ്ടപ്പോ, ബിസി ഷെഡ്യൂള്, അപ്പോഴാണ് ഹസ്ബൻഡ് തോന്നി നമുക്ക് ഒരു ഷോപ്പ് ഇട്ടാലോ എന്നുള്ളത്. അപ്പൊ ഇതിന് മുന്നേ മോള് പറയാനുണ്ടായിരുന്നു നമുക്കൊരു ഷോപ്പ് ഇടണം. നല്ല ആഗ്രഹമായിരുന്നു ഒരു ഷോപ്പ് ഇടണം, ഈ ഹോം ബേക്കറിന്ന് ഒന്നും മാറുന്നുള്ള. പക്ഷെ ഞാൻ പറഞ്ഞു അതൊന്നും നടക്കില്ല, എനിക്കും 30 രൂപ അതൊന്നും ചെയ്യാൻ. എന്താ വെച്ചാൽ അത് നല്ലോണം നമ്മള്
എഫേർട്ട് ഇടേണ്ടി effort വരും. ഇടണം. അതിനുള്ളത് നമുക്ക് കഴിയില്ല, അത് നമുക്ക് നടക്കൂലെന്ന്. അപ്പൊ ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ട് ആ. അങ്ങനെ ഒന്നും നടക്കൂലാണ്. പക്ഷെ ഈ ഇന്റർവ്യൂസിൽ എന്തേ പറയണല്ലോ, അപ്പൊ ഇന്റർവ്യൂസിൽ ചോദിക്കും എന്താ നിങ്ങളെ നെക്സ്റ്റ് സ്റ്റെപ്പ്, ആഗ്രഹം പറയുന്നതിന് പ്രശ്നമല്ലോ, ഒരു ഷോപ്പ് ഇടണം, ഒരു കെഫെ ആവണം. ഇതൊരു മാനിഫെസ്റ്റേഷൻ ആയി മാറി. അതെ അല്ലേ? അതെ. എന്നിട്ട് വെറുതെ അങ്ങനെ പറഞ്ഞതാ. നമുക്കറിയാം അത് നടക്കൊന്നുമില്ല, പക്ഷെ വെറുതെ പറയേണ്ട വെച്ച് പറഞ്ഞതാ. അങ്ങനെ കൊറോണ ടൈം ആയപ്പോ ഓരോ ദിവസം ഇങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞു ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ട്, നമുക്ക് ചെയ്താലോ. അപ്പൊ ഞാനിങ്ങനെ നമുക്ക് ചെയ്താലോ. അപ്പൊ ഞാനിങ്ങനെ ഞാൻ എല്ലാം ചെയ്തരാ, നീ മാനേജ് ചെയ്യണം. അപ്പൊ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് ഷോപ്പാണ്, എനിക്ക് നല്ലൊരു ഫ്ലോറലോ അല്ലെങ്കിൽ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഒരു കെഫെ വേണം, നമ്മള് പുറത്ത് കാണുന്ന മാതിരി. ഇവിടുത്തെ ഒരു നോർമൽ കേക്ക് ഷോപ്പ് വേണ്ട. അപ്പൊ ഹസ്ബൻഡിനും അതന്നെ താല്പര്യം. ഫ്ലോറലോ എന്താ പറഞ്ഞു? ഫ്ലോറൽ ആയിട്ടുള്ള ഒരു കെഫേന്ന് ഞാൻ പറഞ്ഞു. ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു നാട്ടിലത്തെ ഒരു കെഫെ അല്ല, കുറച്ചൊരു വെറൈറ്റി ഉള്ള. അപ്പൊ ഹസ്ബൻഡ് തന്നെ ആയിക്കോട്ടെ ഞാൻ ചെയ്യാം. അങ്ങനെ ഹസ്ബൻഡ് തന്നെ സ്വന്തം ഡിസൈൻ ചെയ്ത്, ഞാൻ ആകെ പറഞ്ഞൊരു ഇതിന്റെ കളർ വേണം, പർപ്പിൾ ലാവൻഡർ, എന്റെ ഫേവറേറ്റ് കളറാണ്, അത് നിങ്ങൾ ആഡ് ചെയ്യണം. നമ്മളെ ലോഗോ ഒക്കെ ആ കളറിലാണ് വരുന്നത്. ആ കളർ ഞാൻ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. പിന്നെ ലോഗോയില് 2 S ഉണ്ട്. ഇവരെ രണ്ടാളെയും സ്റ്റാർട്ടിങ് S ആണ്. ഓ അത് ശരി. മറ്റേ സിസ്റ്റർ പേരെന്തായിരുന്നു? ഷുറൂഖ്. ഫുള്ള് വെറൈറ്റി പേരാണല്ലോ. ഷുറൂഖ് സലീം, ഷമായിൽ സലീം. അപ്പൊ ആ എസ് രീതിയിൽ അങ്ങനെയാണ് ലോഗോ. അപ്പം ഹസ്ബൻഡ് ആർക്കിടെക്ട് ആയിരുന്നോ? അല്ല, ഹസ്ബൻഡ് ചെയ്യിപ്പിച്ചു. ഹസ്ബൻഡിന് ഇഷ്ടമാണ് ആക്ച്വലി ഡിസൈനിങ് ഒക്കെ. ഹസ്ബൻഡ് എന്താ ശരിക്കും ചെയ്യുന്നത്? ഹസ്ബൻഡ് ഇപ്പൊ റിസോർട്ട് ഓണർ ആണ്. അപ്പൊ റിസോർട്ടിന്റെ എസ്തെറ്റിക്സ് അറിയാലോ. ഇപ്പൊ വന്നതാണ്, അത് അതേ ഉള്ളിലുണ്ട്. ഇപ്പൊ സിമെന്റിന്റെ ഒരു ഫാമിലി ബിസിനസ് അതാണ് മെയിൻ. അപ്പം ഇങ്ങനെ ഒരു കല ഉള്ളിലുണ്ട്, പക്ഷെ അങ്ങനെ എല്ലാവർക്കും അറിയില്ല. ചാൻസ് ഇപ്പോഴാണ് കിട്ടിയത്. അപ്പൊ ഹസ്ബൻഡ് ഡിസൈൻ ചെയ്തത് ഫുള്ളി. അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു കെഫെ ഇപ്പോഴും ഇല്ല. ഇപ്പോഴും കോഴിക്കോട് അങ്ങനത്തെ ഒരു കെഫെ ഉണ്ടോ? എനിക്ക് തോന്നുന്നു കേരളത്തില് നമ്മളായിരിക്കും ഫസ്റ്റ്. പക്ഷെ കുറെ ആൾക്കാർ അത് ഇൻസ്പയർ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അതേമാതിരി. ചെറിയ സ്പേസ്, ഈ കോസി കെഫെ എന്നൊക്കെ പറഞ്ഞ പറയാനില്ല. ഇപ്പോഴും ഫോട്ടോ എടുക്കാനായിട്ട് അവിടെ ആൾക്കാര് കറക്റ്റ് വരും. ഫസ്റ്റ് തന്നെ നമ്മൾ ഈ കെഫെ കാണിച്ചു കൊടുക്കല്ലോ. ഐ മീൻ നമ്മളാ എന്താ പറയാ എന്തിന്റെ കാര്യം, നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഒരു സ്പേസ് കണ്ടപ്പോ മദൻ രണ്ടാളെ കൂട്ടിയിട്ട് കാണിച്ചു കൊടുത്തിട്ട് അമ്മ ഫോട്ടോ അല്ല ആദ്യം ഫോട്ടോ കാണിച്ചോന്ന് ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞ് ഈ സ്പേസും കാണിച്ചു. ഇതൊരു പഴയ ബിൽഡിംഗ് ആയിരുന്നു. പക്ഷെ പിന്നെ മൂപ്പര ബിൽഡിങ്ങിന്റെ മുന്നില് പുതിയ ഒരു ബിൽഡിംഗ് വരുന്നുണ്ട്. അപ്പൊ മൂപ്പര് പറഞ്ഞു ഇവിടെ എടുത്തോ, അതല്ല നല്ലത്, ആള് വരുന്ന സ്ഥലമാണ്. മറ്റേത് കുറച്ച് വേറെ തന്നെ റോഡാണല്ലോ. പിന്നെ ഇവരെ ഫ്ലോറൽ ഡിസൈൻ ഒക്കെ കണ്ടപ്പോ ഞാനും മൂപ്പരും എഴുതി ഉറപ്പിച്ചു ഇത് നടക്കൂല. ഈ കേക്കും ഫ്ലോറലും തമ്മിൽ എന്താ ബന്ധം, അത് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ജനറേഷൻ ഗ്യാപ്പ്. അതെ അതെ, തെറ്റാന്ന് പിന്നെ മനസ്സിലായി. അല്ല ഇനിയിപ്പൊ തെറ്റാണെങ്കിൽ ഒരു രക്ഷയില്ല. നമ്മള് പറഞ്ഞ കേൾക്കൂല്ല, അവരെ ഇഷ്ടമാണല്ലോ, ടേസ്റ്റ് ആണല്ലോ. അത് അവർക്ക് അറിയില്ല, ആ ഒരു അങ്ങനെ നമ്മള് ചെയ്ത് കഴിഞ്ഞപ്പോ ഭയങ്കര ഇഷ്ടമായി, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ കഫേ കോവിഡിന്റെ സമയത്ത് നിങ്ങൾ അതിനുള്ള ധൈര്യം കാണിച്ചു. അതിനുള്ളൊരു ചേതോവികാരം എന്തായിരുന്നു? കോവിഡിന്റെ ടൈം സ്റ്റാർട്ട് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ നമ്മള് ആദ്യമായിട്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്. ഒരു ഔട്ട്ഡോർ ആയിട്ട് ഒരു കഫേ എന്ന് പറയുമ്പോ ഇപ്പൊ നമുക്ക് ഓവർ ക്രൗഡഡ് ആവണ്ട, ഓവർ ഹൈപ്പ് ഈ സമയത്ത് നമുക്ക് വേണ്ട, നമ്മൾ എങ്ങനെ അതിന്റെ ഓപ്പറേഷൻസ് നോക്കി പഠിച്ചിട്ട് മതി എന്നുള്ള ഒരു തീരുമാനത്തിലാണ് കോവിഡിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അത് നല്ലൊരു ഡിസിഷൻ ആയിരുന്നു. പക്ഷെ എല്ലാരും കുറെ പറഞ്ഞ് കോവിഡിൽ ആരെയും സ്റ്റാർട്ട് ചെയ്യും, എല്ലാരും പൂട്ടാ ചെയ്യുന്ന കോവിഡിന്, എല്ലാരും പൂട്ടി വീട്ടിൽ പോവാണ്. അപ്പോഴാണ് നിങ്ങൾ അപ്പുറത്ത് പോയിട്ട് തുടങ്ങാൻ പോകുന്നത്. പക്ഷെ നല്ലൊരു പക്ഷെ അത് ഓൾറെഡി നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട്, ഇത് പൂട്ടേണ്ടി വരുമെന്ന് അല്ലേ? അല്ല, വീട്ടിൽ നിന്ന് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ബിസിനസ്സാണ്, പുതിയ ഗ്രോയിങ് ആണ്. അപ്പൊ ഇതിന്ന് നമുക്ക് കിട്ടിയിട്ട് അങ്ങനെ പ്രശ്നമില്ല, നമ്മളൊരു നോക്കിയതാണ്, ഒരു ട്രയൽ അടിച്ചതാണ്. എന്തായാലും കച്ചവടം ഉണ്ട്, കച്ചവടം എന്തായാലും ഉണ്ടാവും. ഇത് പറഞ്ഞാല് നമ്മള് കഫേയിൽ വിൽക്കുന്ന ഐറ്റംസ് വേറെ തന്നെയാണ്. കഫേയിൽ മെയിൻ ഡെസേർട്സ് ആണ് നമ്മള് ഫോക്കസ് ചെയ്തത്. എന്നിട്ട് കഫേ തുറന്ന് ആരും കഫേയിലേക്ക് എത്തുമല്ലോ, കോവിഡ് അല്ലേ? അപ്പോഴത്തേക്കും കോവിഡ് തുറന്നു തോന്നുന്നല്ലേ? കോവിഡ് പക്ഷെ എല്ലാവർക്കും ഇങ്ങനെ ഈ മടുത്ത് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു പോകണം എന്നുള്ള, അപ്പം എന്നാലും ഇപ്പം മെല്ലെ കുറച്ച് ആൾക്കാർ വരുന്നത്, ഫുള്ളായിട്ടില്ല, ഫാമിലി ഫ്രണ്ട്സ്, പിന്നെ അങ്ങനെ അറിഞ്ഞ്
ആൾക്കാർ വന്നു. പിന്നെയും വേർഡ് ഓഫ് മൗത്ത്. യെസ്. പിന്നെ നമ്മള് ഇൻസ്റ്റഗ്രാം ഉണ്ട് ആ ടൈമില്. ഇൻസ്റ്റഗ്രാമിൽ നമ്മളൊരു ഇനോഗ്രേഷൻ വീഡിയോ ഇട്ട് അങ്ങനെയൊക്കെ ചെയ്ത് ആൾക്കാർ 2020 ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും ഒക്ടോബർ ആ ടൈമിലാണ് കെഫെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ട് ആൾക്കാര് അങ്ങനെ മെല്ലനെ വരാൻ തുടങ്ങി. ഓക്കെ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എങ്ങനെയായിരുന്നു നിങ്ങളൊരു ഗ്രോത്ത് പാറ്റേൺ? പിന്നെ നമുക്ക് അവിടെ വെച്ചിട്ട് സെലിബ്രേഷൻ ആയിട്ട് വരും, അങ്ങനെ ഒരു സെലിബ്രേഷൻ പറഞ്ഞിട്ട്. അപ്പൊ നമ്മള് പുറത്തുള്ള കസ്റ്റമേഴ്സിനെ ബ്ലോക്ക് ചെയ്തിട്ട് വേണം ഈ കാരണം അത്രേ ഉള്ളൂ. എത്ര ആൾക്ക് ഒരു 3 ടേബിള് ഉള്ളൂ. ഒരു 4 എത്ര ആൾക്ക് ഇരിക്കാൻ പറ്റും? 10-12 ആക്കില്ലേ? 10-12 ആൾക്കാർക്ക്. അപ്പൊ ബുദ്ധിമുട്ടായി. ആൾക്കാര് വെയിറ്റ് ചെയ്ത് നമ്മളെ കസ്റ്റമർ അങ്ങനെ പ്രശ്നം വന്നപ്പോ നമ്മൾ അപ്സ്റ്റേഴ്സ് എടുത്തു. അപ്സ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ താഴത്ത് ഈ കസ്റ്റമേഴ്സ് വരാൻ തുടങ്ങി. കേക്ക് കട്ട് മെയിൻ ഈ ഫോട്ടോ എടുക്കല്ലോ. അപ്പൊ ഈ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയല്ലോ. മെയിൻ ഈ ഇൻസ്റ്റാഗ്രാമബിൾ പ്ലേസ് പറഞ്ഞിട്ട് അങ്ങനെ അവര് വരും. അങ്ങനെ ആയിട്ട് വരും. അപ്പൊ അപ്പോഴാണ് ഈ ബ്രൈഡൽ ഷവർ ഒക്കെ നമ്മൾ വന്നതിന് ശേഷമാണ് ഈ ബ്രൈഡൽ ഷവർ ഒക്കെ വരാൻ തുടങ്ങി. അപ്പൊ ഈ ബ്രൈഡ് ടു ബി ഒക്കെ ടാഗ് ചെയ്തിട്ട് ആൾക്കാർ ഉള്ളിന്ന് അപ്പൊ അവര് ബുക്ക് ചെയ്യും. ആ സ്പേസ് 1 hour ബുക്ക് ചെയ്യും. അപ്പൊ ഈ കസ്റ്റമേഴ്സിനപ്പൊ അപ്പൊ അങ്ങനെ അപ്പൊ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ കുറച്ച് കസ്റ്റമേഴ്സ് കംപ്ലൈന്റ് പറഞ്ഞ് നമുക്ക് അങ്ങനെയല്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാ. അപ്പൊ നമുക്ക് അപ്പൊ തന്നെ ഹസ്ബൻഡ് വന്ന് ഇടക്കിടക്ക് അവതരിക്കും. ഹസ്ബൻഡ് വന്നിട്ട് തന്നെ അപ്പൊ മേലെ നമ്മള് എടുത്തിട്ടില്ല, റെന്റ് എടുത്തിട്ടില്ല. അതെ, അതാണ്. അപ്പൊ ഹസ്ബൻഡ് തന്നെ മേലെ നമുക്ക് എടുക്കാം, എന്നിട്ട് മേലെ നമുക്ക് ഒരു ഹോള് മാതിരി അത് ആ സ്പേസ് തന്നെ, താഴെയുള്ള അതേ സ്പേസ് തന്നെ അങ്ങനെ സെറ്റ് ചെയ്യാന്ന്. അങ്ങനെ അതേമാതിരി ഡിസൈൻ എന്താ വേണ്ടിയ ചോദിച്ചപ്പോ നമ്മൾ നിങ്ങൾക്ക് വിട്ടൊന്ന് നിങ്ങൾ എന്താ ചെയ്തോളൂ. അതേമാതിരി ഒരു ചെറി ബ്ലോസം ട്രീ ഒരു സ്ഥലത്ത് പോയി കട്ട് ചെയ്ത് മരം പോയി കട്ട് ചെയ്ത് കൊണ്ടുവന്ന് അങ്ങനെ ഒരു ചെറി ബ്ലോസം ഒരു എഫക്റ്റ് ആക്കിയിട്ട് അത് ഡിസൈൻ ചെയ്ത്. അപ്പം അത് ഡെയിലി ഒരു 1 hour എന്ന് പറഞ്ഞിട്ട് 4-5 സെലിബ്രേഷൻ അവിടെ എപ്പോഴും നടക്കുന്നുണ്ട്. ഫുള്ളി നമ്മള് പാക്കേജ് ആയിട്ട് കൊടുക്കും. അവർക്കൊന്നും അറിയണ്ട, സർപ്രൈസ് ആയിട്ട് കയറി വന്നാൽ അധികം സർപ്രൈസ് ആയിട്ട് ഉണ്ടാവാം. അടിപൊളി. അപ്പൊ താഴത്തെ കസ്റ്റമേഴ്സും എല്ലാവരും അത് അതായത് പിന്നെ യൂസർ ജനറേറ്റഡ് കണ്ടന്റ് വരാൻ തുടങ്ങി. അതെ, അവരെന്നെ അവരെ ഇൻസ്റ്റാഗ്രാമിലിടും, നിങ്ങൾ ഇടേണ്ട ആവശ്യമില്ല. അതാണ് മെയിൻ. അങ്ങനെ മേലെ ഓരോ ബ്രൈഡൽ ഷവർ, പിന്നെ ബർത്ത്ഡേസ്, ആനിവേഴ്സറി ഒക്കെ. അപ്പൊ ഓരോ ഇമോഷൻസ് കാണുമ്പോ ഭയങ്കര ഒരു സന്തോഷമായി. ഈ പാരന്റ്സിനൊക്കെ ആനിവേഴ്സറി ഗിഫ്റ്റ് ഒക്കെ അവിടെ പോയിട്ട് എല്ലാരും കൊടുക്കുമ്പോ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു. ചില ബ്രൈഡൽ ഷവറിന് ഇവരറിയാതെ ചെക്കൻ വരും. ഇങ്ങനെ കുറെ സർപ്രൈസ് എലമെന്റ് ഉണ്ട്. അങ്ങനെ അപ്പൊ താഴത്തെ കസ്റ്റമേഴ്സും ഒക്കെ മേലെ സെലിബ്രേഷനും അതായിരുന്നു നെക്സ്റ്റ് ലെവൽ അതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ നിങ്ങളെ അതായത് ഇപ്പൊ കസ്റ്റം കേക്ക്സ് ചെയ്യുന്നുണ്ട്, കഫേ ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ ഇവന്റ്സിലേക്കും പോയില്ല, അതെങ്ങനെയായിരുന്നു ആ ഒരു ജേർണി? ആ ജേർണി നമ്മള് ഒരു ഫാമിലിയിൽ ഒരു വെഡിങ് നടന്നു. എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലി, മെഹറൂഫ്ഖന്റെ ഒരു മോളെ കല്യാണമായിരുന്നു, ജീടെക് മെഹറൂഫ്ക. അപ്പം ഇവന്റ് ഹാൻഡിൽ ചെയ്ത ബന്ന. അപ്പൊ ഒരു ഭയങ്കര അടിപൊളി ഇവന്റ്, ഒരു 1 വീക്കോളം ആ ഒരു ഇവന്റ് ഉണ്ടായിരുന്നു. കൊറോണ ലാസ്റ്റിലേക്കായിട്ടുണ്ട്. ഒക്കെ ഒരുമിച്ച. അപ്പം ഭയങ്കര വലിയൊരു വെഡിങ് ആണ്. എനിക്കൊന്ന് കാലിക്കറ്റിൽ ആദ്യമായിട്ടുള്ള അങ്ങനത്തെ ഒരു വലിയ വെഡിങ് ആ, ഇത്രയും ദിവസം. അപ്പം ഞാനിങ്ങനെ ബനാന ചോദിച്ചു, ഇത്ര വലിയ വെഡിങ്ങിന് അടിപൊളി കേക്ക് വേണ്ടേ ചോദിച്ചു. വെറുതെ ചോദിച്ചതാ. ബനാന ആ കേക്ക് ഉണ്ടാക്കിക്കൂടെ? അപ്പൊ ഞാൻ കുടുങ്ങി. അങ്ങനെ ബഡ്ജറ്റ് ഒന്നുമില്ല, വലിയൊരു കേക്ക് മതി. ടവർ കേക്ക് അങ്ങനെയൊന്നുമില്ല, ടയർ കേക്ക് ആണ് വെഡിങ് കേക്ക്, എക്സ്ട്രാവഗൻസ വെഡിങ് കേക്ക് അതാണ് അതിന് പറയാം. അപ്പം ഞാൻ ഓക്കെ ചെയ്യാ പറഞ്ഞു. ഓക്കെ ആണല്ലോ, അതെ, എന്തും ഓക്കെ ആണ്, നോ പറയാനില്ല. കുളത്തിലേക്ക് ചാടിട്ട് നീന്തൽ പഠിക്കാം. അതിപ്പോ എന്ത് തീമാണെങ്കിലും ഓക്കെ, നോ പറയാൻ പാടില്ല. ഞാൻ ഇപ്പൊ പഠിക്കുന്ന എങ്ങനെ നോ പറയാം, എന്നാലും എനിക്ക് കച്ചവടം എന്നോട് ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ നമ്മള് ഇതേമാതിരി ഒരു 5 days എടുത്തിട്ടുണ്ട്. ആ കേക്ക് മേല് കൊറേ ഡിസൈൻ വർക്ക് ചെയ്ത്, എന്താ വെച്ചാൽ നമ്മൾ ഈ വെക്കുന്ന ഷുഗർ പേസ്റ്റ് ഉണ്ട്, ഫോണ്ടൻ, അതൊക്കെ നമ്മൾ ഹോം മെയ്ഡാ ചെയ്യാം. അപ്പൊ അതൊക്കെ ഓരോ ദിവസം ചെയ്ത് ഡിസൈനിങ് ചെയ്ത് ഗോൾഡ് പെയിന്റ് ചെയ്ത് അങ്ങനെ ചെയ്ത് ലാസ്റ്റ് നമ്മള് വലിയൊരു എത്ര ഫീറ്റ് അമ്മ 6 to 7 feet
ഒരാളെ ഹൈറ്റ് ഉണ്ട്. ആ അതിന് വേണ്ടിട്ട് വേറെ തന്നെ സ്റ്റേജ് തന്നെ ഉണ്ടായിരുന്നു കേക്ക് വെക്കാൻ കേക്ക് വെക്കാന് കേക്ക് വെക്കാൻ അതൊക്കെ അപ്പളാ വരുന്നത്. കേക്ക് കേക്കിന് ഒരു ഹീറോ സ്റ്റേജ്. അതെ, പിന്നെ കല്യാണത്തിന് അങ്ങോട്ട് അങ്ങനെ ആയി കേക്കിന് ഓ, കേക്കിന് ഒരു സ്റ്റേജ് ആയി. സ്റ്റേജ് ആയി. അങ്ങനെ അവിടെ പോയി സെറ്റ് ചെയ്ത് അപ്പോഴൊക്കെ എല്ലാരും ഇങ്ങനെ ആദ്യമായിട്ടാണ് കാലിക്കറ്റിൽ അങ്ങനെ ഒന്ന് അങ്ങനെ ചെയ്യുന്നത്. സംഭവം കാണുന്നത്. അതെ. അത് ഭയങ്കര അടിപൊളി. അതൊരു ട്രെൻഡ് സെറ്റിംഗ് ആയി. ഓക്കെ. എന്നിട്ട് പിന്നെ അങ്ങനത്തെ എപ്പഴ് ഈവന്റ്സിന്റെ കുറെ കേക്ക്സ് നമുക്ക് അങ്ങനെ നിരത്തി വരാൻ തുടങ്ങി. അതെ അപ്പൊ അത് ഒരു B2B ബിസിനസ് എന്ന് പറയാം അതെ അതെ അതെ. അല്ലേ? അത് B2C തന്നെയാണ്. സിഒ ഉണ്ട്, കസ്റ്റമേഴ്സ് ഓർഡർ Customers order ചെയ്യും. ഇവന്റ്സ് ഒക്കെ കൂടുതൽ വരാൻ തുടങ്ങി. ഓക്കെ. പക്ഷെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഫുൾ സ്മൂത്ത് സെയിലിംഗ് ആ. ഈ സ്മൂത്ത് സെയിലിംഗിന്റെ ഇടയിൽ കുറെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവുമല്ലോ. അതിൽ മറക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഏതൊക്കെയാ? ഈ ടവർ കേക്ക് ഒക്കെ ഭയങ്കര പ്രശ്നം വരാൻ ടവർ സാധ്യത. കേക്ക് എന്താ വെച്ചാല് കൊണ്ടുപോകുമ്പോ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാറിൽ തന്നെ നല്ല കാറിൽ തന്നെ കൊണ്ടുപോകണം. പിന്നെ ഒരു 3 ആള് കൂടെ പോകണം. അപ്പൊ അധികം ഇവൾക്ക് ഇഷ്ടമാണ് അവിടെ പോയിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യാനോ അതിന്റെ Set വീഡിയോ ചെയ്യാൻ. എടുക്കാനോ. അതെ അതെ. ടവർ കേക്ക് സ്റ്റാർട്ടിങ് മുതലേ പ്രശ്നം എന്താ വെച്ചാൽ മെന്റലി ഉണ്ടല്ലോ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയ കാര്യം. അവര് സ്റ്റേജിന്റെ ഫോട്ടോ അയച്ചു തരും, അതിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അതൊക്കെ വീണോവേ എന്ന് ശരിയേ ഭയങ്കര ഇത് സ്ട്രെസ്ഫുൾ. ഞാൻ പലപ്പോഴും ഇൻസ്റ്റാഗ്രാം റീൽസിൽ ഇത് വീണ സാധനം ഞാൻ കാണല്. യെസ് ഭയങ്കര സ്ട്രെസ്ഫുൾ. അത് പുറത്ത് ഇങ്ങനെ എല്ലാവർക്കും കാണുന്നതല്ല. ഞാൻ ചിലപ്പോ കൂടുതലും ഞാൻ ചിലപ്പോ തലകച്ചിച്ച് വെക്കലുണ്ട്. കൊറേ നമ്മളെ ഫുട്ടേജ് ഉണ്ടാവല്ലോ, CCTV, അങ്ങനെ കൊറേ ഫുട്ടേജ് ഉണ്ട്. ഞാൻ തലയിട്ട് വെക്കണ ടെൻഷൻ ആയിട്ട്. പക്ഷെ എന്നാലും ചെയ്യണം, അതാണ് മെയിൻ. ഓക്കെ. പിന്നെ ഇപ്പൊ ചെയ്ത് ഇപ്പൊ എക്സ്പേർട്ട് ആയി. എക്സ്പെർട്ട് ആയി. എന്നിട്ട് ഏതെങ്കിലും കേക്ക് നിങ്ങൾക്ക് അവസാനം അലമ്പായി പോയിരുന്നോ? ഇങ്ങനെ പോയി അലമ്പാവാതെക്കൂലോ എന്തായാലും. ഇല്ല, ഇങ്ങനത്തെ വലിയ കേക്കല്ല. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ ഫസ്റ്റ് ടയർ കേക്ക് ഉണ്ട്. 3 ടയർ 3 ടയർ 3 ടയർ നമ്മള് വീട്ടിൽ നിന്ന് ചെയ്യുന്ന സമയത്ത്, വീട്ടിൽ നിന്ന് ചെയ്യുന്ന ടൈം ഫസ്റ്റ് ഓർഡറാ. ഓക്കെ. അത് ഇതേമാതിരി അവിടെ എത്തുമ്പോ ഒന്നിങ്ങനെ ഇങ്ങനെ ചെരിഞ്ഞ്. ശരിയായി. അതെ മോഹൻലാലിനെ പോലെ. അതെ കറക്റ്റ്. പക്ഷെ കസ്റ്റമർ കഴിച്ചപ്പോ അവർക്ക് ഇഷ്ടമായിട്ടോ. കഴിച്ചില്ലായി. പിന്നെ നമ്മള് ഇതേപോലത്തെ ഉണ്ടാക്കിയിട്ട് പോസ്റ്റ് ചെയ്തപ്പോ അവന് കമന്റ് ചെയ്തു, ചെരിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ. ലീനിങ് ടവർ ഓഫ് പിസ. അതെ. അല്ല, നമ്മള് വേറെ നല്ല കേക്ക്സ് ഉണ്ടാക്കുമ്പോ ഈ കസ്റ്റമർ കമന്റ് ചെയ്തു ഇടക്കിടക്കൊന്ന് കമന്റ് ചെയ്യും, അടിപൊളിയാണ്. ശരിവില്ലല്ലോ. ഓക്കെ. അപ്പൊ അവിടുന്ന് പിന്നെ കഫേ തുടങ്ങി. പിന്നെ അങ്ങോട്ട് എങ്ങനെയാ ഗ്രോത്ത്? അപ്പൊ UGC ആണ് നിങ്ങളെ ഗ്രോ ചെയ്യിപ്പിച്ചെന്ന് പറയാൻ പറ്റുമോ? അതായത് യൂസർ ജനറേറ്റഡ് കണ്ടന്റ് ആണ്, അതെ അതെ അതെ. കസ്റ്റമേഴ്സിനെ കൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കിച്ചു. നിങ്ങളെ പ്രൊഡക്റ്റ് അടിപൊളിയാണ്, നിങ്ങളെ ലൊക്കേഷൻ അടിപൊളിയാണ്, സെറ്റിംഗ്സ് അടിപൊളിയാണ്. ഉണ്ടാക്കിപ്പിച്ച അവരെന്നെ. ഇതൊരു അടിപൊളി മോഡ് ഓഫ് കണ്ടന്റ് ക്രിയേഷൻ ആണ്. നമ്മൾ മെനക്കെട്ട് ചെയ്യണ്ടല്ലോ, നമ്മളെ കസ്റ്റമേഴ്സ് ചെയ്തോളും. ഇപ്പോഴും അത് തന്നെയാണ് വർക്ക് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, ഇപ്പോഴും അത് തന്നെയാണ്. അപ്പൊ നിങ്ങള് ഹോം ബേക്കിംഗ് തുടങ്ങി, യൂണിറ്റ് ഉണ്ടാക്കി, സ്വന്തം കഫേ സെറ്റ് ചെയ്തു. അതിന്റെ ഇടക്ക് ഇവന്റ്സിന് വേണ്ടി കാറ്റർ ചെയ്യുന്നുണ്ട്. UGC നിങ്ങളെ കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് വേണ്ടി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കര വേർഡ് ഓഫ് മൗത്ത് ആണ്. നിങ്ങൾ മുകളിൽ ഇവന്റ് സ്പേസ് നിങ്ങൾ ഉണ്ടാക്കുന്നു. ആ ഇവന്റ് സ്പേസ് ആയതുകൊണ്ട് തന്നെ അവിടുന്ന് കണ്ടന്റ് നിരത്തി പടപടോ പറഞ്ഞിട്ട് പോകുന്നു. നിങ്ങൾ അറിയാതെ നിങ്ങളൊരു കണ്ടന്റ് ഫാക്ടറി ആയി അല്ലേ? ഓക്കെ. പിന്നെ അവിടെ നിന്ന് എങ്ങോട്ട്? അപ്പൊ സിസ്റ്റർ ഒക്കെ ഇപ്പോഴും കൂടെ ഉണ്ടോ? സിസ്റ്ററിന്റെ വെഡിങ് കഴിഞ്ഞപ്പം സിസ്റ്റർ ഖത്തറില്. അത് ഏതുകൊല്ലായിരുന്നു? 2000 കൊറോണ ടൈം തന്നെ. ഈ കൊറോണ ടൈമിൽ കുറെ സംഭവിച്ചിട്ടുണ്ടല്ലോ. സംഭവിച്ചു. അവള് മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ്. അപ്പൊ അവളെ ഹസ്ബൻഡ് ഖത്തറിലാണ്. അപ്പൊ അവള് പെട്ടെന്ന് ഖത്തറിലേക്ക് പോയി. എന്തിനാ അതിന് സമ്മതിച്ച്? സിസ്റ്റർ പോയില്ലേ? കോഫൗണ്ടർ പോയില്ലേ? അതെ, പോയി. ഫാമിലി അല്ല വലുത്. അത് വേണ്ട. അല്ല, സിസ്റ്ററിന്റെ പറയൂ, താത്തനെ കൊണ്ടാണ് കല്യാണം കഴിപ്പിച്ചത്. അപ്പൊ ഇന്റർനാഷണൽ എക്സ്പാൻഷൻ ഒരാളായി. അതെ അതെ സത്യം. അവൾ അവിടെ ചെയ്യുന്നുണ്ട്. ആക്ച്വലി അവളിപ്പോ ഓർഡേഴ്സ് ചെയ്യുന്നുണ്ട്. അവള് മേക്കപ്പിന്റെ കൂടെ തന്നെ അവള് കേക്കും ഇപ്പൊ ചെയ്യുന്നുണ്ട്. ഇവര് രണ്ടുപേരും ഫ്രണ്ട്സ് ആണ്, പുതിയാപ്പിളമാര്. അപ്പൊ ഈ 2 ആൾക്കാരാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സും കഫേന്റെ മെയിൻ. എല്ലാം കറക്റ്റ് ആയിട്ട് എല്ലാം സംഭവിക്കുന്നുണ്ടല്ലോ. ഇൻവെസ്റ്റേഴ്സും പണിയെടുപ്പിക്കാനുള്ള ആളും ഒക്കെ സെയിം ആൾക്കാരല്ലേ? പഠിച്ചോൻ ആദ്യം വിധിച്ചതാണല്ലോ. എല്ലാം കറക്റ്റ് ആയിട്ട് ഫാമിലി സംഭവിക്കുന്നു. തന്നെ ബിസിനസ്സും ഫാമിലിയും സെയിം ആകുമ്പോ അതിന്റേതായ കോൺസിക്വൻസ് ഉണ്ട്. പക്ഷെ അത് നമ്മള് ഓവർകം. അതിനാണല്ലോ ഫാമിലി ബിസിനസ്. അതെ അതെ അതെ. ഫാമിലി ബിസിനസ് അതെ, എല്ലാരും വിചാരിക്കുമോ ഫാമിലി അല്ലേ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതിന്റേതായ ഒരു പ്രശ്നങ്ങളും പിന്നെ എനിക്ക് ഞാൻ ഇവളെ പ്രസവിക്കുന്ന മുന്നേ വണ്ടി ഓട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. 91 ഞാൻ സ്റ്റിയറിംഗ് പഠിച്ചിട്ടുണ്ട്. അപ്പോഴേ ചെറിയ ചെറിയ വണ്ടികളായിരുന്നു. പക്ഷെ ഒരു വലിയ വണ്ടി ഒരു ആഗ്രഹമായിരുന്നു. ഗൾഫിലൊക്കെ എപ്പോഴും ഇവിടെ കാണില്ല. അങ്ങനെ ഇവരെ വക ബർത്ത്ഡേക്ക് നമ്മള് കേക്കിന്റെ കൂടെ ഒരു വണ്ടിയും കൂടി ഗിഫ്റ്റ് ചെയ്തു. രക്ഷയില്ല. അത് നമ്മള് വലിയൊരു ഭയങ്കര സന്തോഷമാണ്. അടിപൊളി.
എന്നിട്ട് പിന്നെ എങ്ങോട്ടാണ് നിങ്ങൾ സ്റ്റോർ തുടങ്ങി കാര്യങ്ങളൊക്കെ നടക്കുന്നു, പിന്നെ അങ്ങോട്ട് എങ്ങനെ എക്സ്പാൻഷൻ നടക്കുന്നത്? പിന്നെ ഈ അടുത്തായിട്ട് ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു ലാസ്റ്റ് ഇയർ ഈ ഒരു ടൈം. അപ്പം എന്റെ ഹസ്ബൻഡ് ഈ പുറത്തുള്ള ഒരു ഇതാണ്, ഒരു പുഷ് പ്രസന്റ് ഉണ്ട്. ഹസ്ബൻഡ്സ് ഈ പ്രഗ്നന്റ് ആയ വൈഫ്സിന് ഒരു പുഷ് പ്രസന്റ് കൊടുക്കും. എന്താ വെച്ചാൽ പുഷ് ചെയ്ത് നമ്മൾ പ്രസവിക്കല്ലേ, അതിനുള്ള ഒരു ഗിഫ്റ്റ്. അങ്ങനത്തെ ഇവിടെ എത്തിയിട്ടില്ല ആക്ച്വലി, അവിടെ എത്തിച്ചോ? അപ്പൊ എല്ലാവരും ഈ ജ്വല്ലറി, ബൊക്കെ അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് അതൊക്കെ കൊടുക്കാം. എന്റെ ഹസ്ബൻഡ് എനിക്കൊരു കാരപ്പറമ്പിൽ ഒരു യൂണിറ്റ് പുഷ് പ്രസന്റ് ഔട്ട്ലെറ്റ് ആയിട്ടോ? അല്ല, നമ്മളൊരു സെക്കൻഡ് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് പ്ലസ് അവിടെ ഒരു ഔട്ട്ലെറ്റ് ഇനി ഫ്യൂച്ചറിലേക്ക് നമ്മൾ ചെയ്യാനുള്ള ഒരു പ്ലാൻ. ഇപ്പോഴും പ്രൊഡക്ഷൻ വീടിന്റെ അടുത്തുള്ള ഫെസിലിറ്റി പ്ലസ് നമുക്കൊരു സെക്കൻഡ് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് കാരപ്പറമ്പിലും. ഹസ്ബൻഡിനൊന്ന് കാണണല്ലോ, നല്ല വിവരമുള്ള മനുഷ്യനാട്ടോ. പിന്നെ NIT ഒരു കൗണ്ടർ ഇട്ടിട്ടുണ്ട്. അവിടെ ഒരു കൗണ്ടർ, ഒരു ചെറിയൊരു NIT സ്റ്റുഡൻസിന് വേണ്ടി. എവിടെ NIT? എവിടെ? NIT ക്യാമ്പസിന്റെ ബാക്ക് സൈഡിൽ NIT വരും. ബാക്ക് സൈഡിൽ കമ്പനി മുക്കിലാണോ? അതെ. കമ്പനി മുക്കിൽ അവിടെ കുറച്ച് ഔട്ട്ലെറ്റുകളുടെ ഒരു സ്ഥലം. അവിടെ അല്ലല്ല, നിങ്ങൾ പറയുന്ന ഫുഡ് കോർട്ടാണ്. കട്ടാങ്ങല്ലേ? കട്ടങ്ങാൽ. ഓക്കെ, കെട്ടാങ്ങല്ല, അത് നിങ്ങൾ തന്നെ മാനേജ് ചെയ്യുന്നു. അവിടെ ഒരു സ്പേസിൽ നമ്മൾ മാനേജ് ചെയ്യും. അപ്പൊ എങ്ങോട്ടാണ് ഇനി എന്താ നിങ്ങൾ അടുത്ത യാത്ര? നിങ്ങളത് ഫുള്ള് വേർഡ് ഓഫ് മൗത്ത് കമ്മ്യൂണിറ്റിയാ. ഇനി അടുത്തത് എക്സ്പാൻഷൻ പ്ലാൻ. CEO പൊട്ടാണ് കൊടുക്കാവേ. ഇമ്മ ഇങ്ങനെ എക്സ്പാൻഷൻ വരുമ്പോ ഇമ്മ ഇങ്ങനെ ഇരിക്കുക. ഇപ്പൊ ഇനി ബാംഗ്ലൂര്, ദുബായ്, ഖത്തർ ഇൻഷാല്ലാ അതൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ബാംഗ്ലൂർ സ്ഥലം നോക്കി തുടങ്ങി. അപ്പൊ അവിടെ വെക്കും. അവിടുന്ന് ചെയ്യുമ്പോ ഒരു നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ചെയ്യാം. ഫാമിലി ഇൻവെസ്റ്റ് ചെയ്യാന്നില്ലാണ് ചിലപ്പോ നമ്മൾ പുറത്തുനിന്ന് ഇൻവെസ്റ്റ്മെന്റ് എടുക്കും. ഓക്കെ, പക്ഷെ ഇതുവരെ ഞാൻ മനസ്സിലാക്കിയോടത്തോളം നിങ്ങൾ അങ്ങനെ മെനക്കെട്ട് മാർക്കറ്റിംഗ് ചെയ്യില്ല. പക്ഷെ ബിക്കോസ് യുവർ പ്രൊഡക്റ്റ് ഈസ് അത്രയും അടിപൊളി പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യുന്നു. പക്ഷെ നമുക്ക് ഫ്രീ ആയിട്ട് ഇവര് സ്റ്റുഡന്റ് ആയതുകൊണ്ട് കുറെ നമ്മൾക്ക് ഫ്രീ ആയിട്ട് ഈ പേപ്പർ, മീഡിയ മാഗസിന്, പിന്നെ വനിതയിൽ വരെ നമുക്ക് ഫ്രീ ആയിട്ട്. നിങ്ങൾ വായിക്കുന്ന വനിതയിൽ അത് ഭയങ്കര സന്തോഷം. എല്ലാരും ചോദിച്ചു നിങ്ങൾ എത്ര ലക്ഷം കൊടുത്ത് ആർട്ടിക്കിൾ വരാനും. ഒന്നും നോക്കിയില്ല, പൈസ വാരി എറിഞ്ഞോ. അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു സമയമായതുകൊണ്ട്, സ്റ്റാർട്ടിങ്ങിലായതുകൊണ്ട്. ഈ പോഡ്കാസ്റ്റിന് പുറമെ നമ്മൾ ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന കുറേ ഓഡിയൻസ് നമുക്കുണ്ട്. ഒന്ന്, നമുക്കൊരു പെയ്ഡ് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ അകത്ത് കേരളത്തിലെ ഓൺലൈൻ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന സ്റ്റോർ ഓണേഴ്സ്, മാർക്കറ്റേഴ്സ്, ടെക് എക്സ്പേർട്സ്, ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഉള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണ് അത്. 2, ഓൺലൈൻ സ്റ്റോർ എങ്ങനെ ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാം എന്നൊരു കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. 3, നമുക്ക് ഏത് എക്സ്പേർട്സും നമ്മളെ പോഡ്കാസ്റ്റിൽ വന്ന ഏത് എക്സ്പേർട്സുമായിട്ട് നിങ്ങൾക്ക് 1-on-1 മെൻറ്റർഷിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. 4, ഇതൊക്കെ കണ്ടും പഠിച്ചും നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാം, അല്ലെങ്കിൽ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഹെൽപ്പ് വേണം. ഇതിനുള്ള എല്ലാത്തരം ഹെൽപ്പും നമ്മളെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പം നിങ്ങൾ ഇപ്പോഴും ഔട്ട്ലെറ്റ് ആണ്, വൈ ഡോണ്ട് യു ഡു ഓൺലൈൻ D2C? എന്താ ചെയ്യാത്തത്? ഓൺലൈൻ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. അതായത് നമ്മളെ പോഡ്കാസ്റ്റ് കാണില്ല, അതിന്റെ ഒരു പ്രശ്നം ഞാൻ കാണുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ എന്തിനാണ് ഔട്ട്ലെറ്റ് ഇടുന്നത് ഞാൻ ചോദിക്കുക. ഓൺലൈൻ നിങ്ങളിപ്പം ചെയ്തത് ഓൺലൈൻ തന്നെയാണ്. അപ്പൊ അത് സ്കെയിലിൽ ചെയ്യണം. വെബ്സൈറ്റ് തുടങ്ങി ആ വെബ്സൈറ്റിൽ ഓർഡേഴ്സ് ആക്സെപ്റ്റ് ചെയ്യണം. വെബ്സൈറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വെബ്സൈറ്റ് വേണം. അതാണ് പ്രശ്നം. കിട്ടിയാൽ തുടങ്ങണം. വെബ്സൈറ്റ് തുടങ്ങാൻ നിങ്ങൾ ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാല് store.link പോലത്തെ പ്ലാറ്റ്ഫോം ഉണ്ട്. ലിറ്ററലി നിങ്ങൾക്കൊരു നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ലിസ്റ്റ് ഓൾറെഡി ഇല്ലേ, നിങ്ങൾക്ക് ഒരു 5-10 മിനിറ്റ് മതി ആക്ച്വലി നിങ്ങളെ വെബ്സൈറ്റ് തുടങ്ങാൻ. അതിന് പകരമാണ് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ബാംഗ്ലൂർ പോയി സ്ഥലം നോക്കി ആ സ്ഥലം എടുത്ത്. വൈ ഡു യു ഹാവ് ടു? ബാംഗ്ലൂരൊക്കെ ഭയങ്കര ടെക്സാവി ആൾക്കാരാണ്. വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുക. അത് ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കൂടി അറിയേണ്ടത് അക്കൗണ്ടന്റിന് എക്സൽ ഷീറ്റ് അറിയാലോ, ഗൂഗിൾ ഷീറ്റിൽ നിങ്ങളെ ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വെബ്സൈറ്റ് റെഡി. ഇത്ര ഈസിയാ, ഒന്നും ചെയ്യാൻ. ഇറ്റ്സ് വെരി 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 സിമ്പിൾ. പക്ഷെ ഈ ഒരു എഡ്യൂക്കേഷൻ ആണ് ആക്ച്വലി നമ്മൾ ഇ-കോം ഷോയിലൂടെ കൊടുക്കണത്. യു ഡോണ്ട് ഹാവ് ടു ഗോ. ഇപ്പൊ നിങ്ങൾ ഇൻവെസ്റ്റർ ആണോ പറഞ്ഞേ, നിങ്ങൾക്ക് അല്ലാതെ തന്നെ ബാംഗ്ലൂരിന് ഓർഡർ, നിങ്ങൾക്ക് കിച്ചൺ മതിയോ? ബാംഗ്ലൂർ ഇപ്പൊ ഞാൻ ഖത്തറിലെ പുതിയൊരു ബ്രാൻഡിലുണ്ട്. അവർ ക്ലൗഡ് കിച്ചൺ 40 ബ്രാൻഡിൽ എണ്ണിയുണ്ട്. 40 ബ്രാൻഡ്. എക്സ് ബർഗർ, എക്സ് പിസ്സ, എക്സ് കേക്സ്, 40 ബ്രാൻഡുകൾ ഒരു ക്ലൗഡ് കിച്ചൺ. ഒരു ഔട്ട്ലെറ്റ് പോലും ഇല്ല. ഒപ്റ്റിമൈസ്ഡ് ഫോർ
ക്യുക്കമേഴ്സ്, അതായത് 10 മിനിറ്റ് 20 മിനിറ്റ് ഡെലിവറിക്ക് ഒപ്റ്റിമൈസ് ചെയ്ത സാധനം നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. നിങ്ങൾ ക്ലൗഡ് കിച്ചണും ഉണ്ടാക്കണ്ട. ക്ലൗഡ് കിച്ചൺ ആസ് എ സർവീസ് ബാംഗ്ലൂരൊക്കെ കിട്ടും കിട്ടും. അല്ലെ? നേരെ പോവാ, തുടങ്ങുക, പരിപാടി തുടങ്ങുക. യു ഡോണ്ട് ഹാവ് ടു മീൻസ് ഇത് വലിയ റോക്കറ്റ് സയൻസ് ഇതിനകത്തില്ല. ചിന്തിക്കാം. Store.link പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ വെബ്സൈറ്റ് ഉണ്ടാക്കുക, ക്ലൗഡ് കിച്ചൺ പോയി റെന്റിന് എടുക്കുക, സ്റ്റാർട്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങളെ ഓൾറെഡി നിങ്ങൾക്ക് ഒരു കസ്റ്റമർ ബേസ് ബാംഗ്ലൂർ ഉണ്ടാവും. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ആകെ സെയിം തിങ് യു ക്യാൻ ഡു ഇൻ ദുബായ്, സെയിം തിങ് യു ക്യാൻ ഡു ഇൻ ഖത്തർ. ദുബായിൽ ക്ലൗഡ് കിച്ചൺ ഉണ്ട്, കിറ്റോപ്പി എന്നൊക്കെ പറഞ്ഞ ക്ലൗഡ് കിച്ചൺ ഉണ്ട്, അതേപോലെ ഖത്തറിലും ഉണ്ട് ക്ലൗഡ് കിച്ചൺസ്. ഈസിയസ്റ്റ് തിങ് ടു ഡു അല്ലേ? എന്നിട്ട് ഓൺലൈനിൽ എക്സിക്യൂട്ട് ചെയ്യുക. ഞാൻ ചെയ്തുതരാം, എനിക്ക് ഷെയർ തന്നാൽ മതി. ഓൺലൈൻ ബിസിനസ്സിൽ ഷെയർ. ഓക്കെ, സോ ഇനി നിങ്ങൾക്ക് കുറെ ചെയ്യാണ്ട്. നിങ്ങൾക്ക് SEO ചെയ്യാണ്ട്, പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്യാണ്ട്, പെയ്ഡ് ആഡ്സും ഇതുവരെ റൺ ചെയ്ത് നോക്കിയിട്ടില്ലല്ലോ. മാസീവ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാം. മാസീവ്, ഭയങ്കര ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം നിങ്ങളെ കസ്റ്റമേഴ്സ് നിങ്ങളെ പ്രോഡക്റ്റ് ദേ ആർ ലവ് യുവർ പ്രൊഡക്റ്റ് അല്ലേ? നിങ്ങളെ ടോപ്പ് സെല്ലർ എന്താണ്? ടോപ്പ് സെല്ലർ കേക്സിലാണെങ്കിൽ ഇപ്പൊ നമ്മളെ ടോപ്പ് സെല്ലർ മെറ്റിൽഡ കേക്ക് ആണ്. അതാണ് നമ്മളെ ഇപ്പത്തെ. അതൊരു ട്രെൻഡ് ആയിരുന്നു പുറത്തൊക്കെ. ഇവള് ഗൾഫിലൊക്കെ പോയാല് കൊറേ ഇങ്ങനത്തെ പേസ്ട്രീസ് ട്രൈ ചെയ്യും. അതാണ് മെയിൻ ആയിട്ട് പോകുന്നത് തന്നെ. മെറ്റിൽഡ ആക്ച്വലി എനിക്കൊരു ഇമോഷൻ എന്താ വെച്ചാൽ നമ്മള് ചെറുപ്പത്തിൽ നമ്മള് കസിൻസ് എല്ലാരും ഈ മൂവീസ് ഇരുന്ന് കാണും. അപ്പൊ ഈ മെറ്റിൽഡ പറഞ്ഞ അതെ, ഒരു ക്യാരക്ടറാണ്. മെറ്റിൽഡ മൂവി ഉണ്ട്. അപ്പൊ ആ മൂവി നമ്മള് കസിൻസ് എല്ലാരും ഇരുന്ന് ഇങ്ങനെ. മെറ്റിൽഡക്ക് ആക്ച്വലി ഒരു സ്പെഷ്യൽ പവേഴ്സ് ഉണ്ട്. അവളെ ഫാമിലി അവളെ അങ്ങനെ കൺസിഡർ ചെയ്യൂല, പക്ഷെ അവളെ ടീച്ചർ അവളെ ഭയങ്കര നോക്കിയിട്ട് അങ്ങനത്തെ ഒരു മൂവിയാ. ഭയങ്കര ഒരു നല്ല രസ കാണാൻ. അപ്പൊ നമ്മൾക്ക് ആ മെറ്റിൽഡ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ മൂവീസ് കാണലുണ്ട്. പിന്നാണ് ഈ ദുബായിൽ ഈ മെറ്റിൽഡ കേക്ക് വന്നിട്ട് വൈറലായി. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് എന്താ വെച്ചാൽ എന്റെ ഫേവറേറ്റ് മൂവിയാണ്. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കാനും കഴിയും. അങ്ങനെ നമ്മള് ഇത് ബേസിക്കലി എന്താ വെച്ചാൽ നമ്മൾ ഉണ്ടാക്കും, നമ്മള് വിത്ത് ലവ് വിത്ത് ഹാർട്ട് ആണ് ഉണ്ടാക്കുന്നത്. അത് ആൾക്കാർക്ക് റിസീവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അത് നല്ലൊരു ഐറ്റമാണ്. നമ്മള് ആ സമയത്ത് കാറിന്ന് ഇറക്കുമ്പോഴത്തേക്കും ആള് വെയിറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകും. ഇതിപ്പോ പോഡ്കാസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ മെറ്റിൽഡ കേക്കിന് അടിയാവുമല്ലോ. അപ്പൊ ഡെസേർട്സും കേക്ക്സും ആണ് നിങ്ങളിപ്പോ ചെയ്യുന്നത്? അതെ, ഡെസേർട്സ് കേക്ക്. പിന്നെ മെയിൻലി കേക്ക്സ് പറയുമ്പോ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. ഇപ്പം ഷുഗർ ഫ്രീ അങ്ങനെ ഇപ്പൊ എല്ലാവർക്കും ഒരു ഷുഗർ കട്ട് ആ ഒരു സീസൺ. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അപ്പൊ നമ്മൾ ഷുഗർ ഫ്രീ ആയിട്ടുള്ള കേക്ക്സ് ഞങ്ങൾ ചെയ്യും. പിന്നെ ബേബീസിന് കേക്ക്സ് ചെയ്യും. പിന്നെ ഈവൻ പെറ്റ്സിനായിട്ടുള്ള ഈ പട്ടിക്കുട്ടി എല്ലാവർക്കും നമ്മൾ അവരെ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് അങ്ങനെ മെയിൻലി കസ്റ്റമൈസേഷൻ അതാണ് നമ്മളെ മെയിൻ. നൈസ്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ കുറെ കേക്ക് ബിസിനസ്, കസ്റ്റം കേക്ക് ബിസിനസിനെ കുറിച്ച് പഠിച്ചു. സോ ഐ ഹോപ്പ് യു വിൽ എക്സ്പാൻഡ് ഓൺലൈൻ. ഓൺലൈൻ എക്സ്പാൻഡ് ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു ഫോർ കമ്മിങ് ടു ദ ഷോ. താങ്ക് യു. പിന്നെയും പാക്കെല്ലാം അടുത്ത കൊല്ലം നിങ്ങൾ ഓൺലൈൻ ഒരു 10 ഇരട്ടിയാക്കിയതിനു ശേഷം. ഇൻഷാ അല്ലാഹ്.